ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 44-ാം അധ്യായം. രാവിലെ കംസവധം കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർന്നുള്ള സ്ത്രീകളുടെ വിലാപവും ഭഗവാൻ ആശ്വസിപ്പിക്കുന്നതും, പിന്നീട് ഭഗവാൻ വസുദേവരെയും ദേവകിയെയും കാണുന്നതും അവരെ എന്നേക്കുമായി കാരാഗൃഹവാസത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നതുമായിട്ടുള്ള അതിൻ്റെ തുടക്കമാണ്. അടുത്ത അധ്യായത്തിലാണ് ആദ്യ ഭാഗത്ത് ഭഗവാനും ബലരാമസ്വാമിയും കൂടി വസുദേവരെയും ദേവകിയും കണ്ട് സംഭാഷണം ചെയ്യുന്നത് വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. എന്തായാലും കംസവധത്തിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെ ഇന്നിപ്പോൾ ഒരു 10-11 ശ്ലോകങ്ങളോളം ബാക്കിയുള്ളതിൽ പറയാനുള്ളൂ. നമുക്ക് മുഴുവൻ വായിക്കാം. ആദ്യം തൊട്ട് തന്നെ 44-ാം അധ്യായം വായിക്കാം. ഇന്ന് സമയമുണ്ടാവും. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 44-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം ചർച്ചിതസങ്കൽപ്പോ ഭഗവാൻ മധുസൂദനഃ ആസസാദാധ ചാണൂരം മുഷ്ടികം രോഹിണീസുതഃ. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനീ ശിരശീർഷ്ണോരസോരസ്തൗ അന്യോന്യമഭിജഗ്നദുഃ. പരിബ്രാഹ്മണ വിക്ഷേപ പരിരംഭാവപാദനൈഃ ഉത്സർപ്പണാപസർപ്പണൈശ്ച അന്യോന്യം പ്രത്യരുന്ദതാം. ഉത്താപനൈരുന്നയനൈഃ ചാലനൈസ്താപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രതുരാത്മനഃ. തദ്ബലാബലവദ്യുദ്ധം സമേതാ സർവയോഷിതഃ. ഊചുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂധശഃ. മഹാനയം ബദാധർമ്മഃ യേഷാം രാജസഭാസദാം. യേ ബലാബലവദ്യുദ്ധം രാജ്ഞോ അന്വിച്ഛന്തി പശ്യതഃ. ക്വ വജ്രസാര സർവാംഗൗ മല്ലൗ ശൈലേന്ദ്രസന്നിഭൗ. ക്വ ചാതിസുകുമാരാംഗൗ കിശോരൗ നാപ്തയൗവനൗ. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത്. യത്ര അധർമ്മഃ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത്. ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാനനുസ്മരൻ. അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നരഃ കിൽബിഷമശ്നുതേ. വൽഗതശത്രുമഭിതഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പദ്മകോശമിവാംബുഭിഃ. കിം ന പശ്യത രാമസ്യ മുഖമാതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. പുണ്യാവദ വ്രജഭുവോ യദയം നൃലിംഗഗൂഢഃ പുരാണപുരുഷോ വനചിത്രമാല്യഃ. ഗാഃ പാലയൻ സഹബല ക്വണയംശ്ച വേണും വിക്രീഡയാഞ്ചതിഗിരിത്രരമാർച്ചിതാംഗ്രിഃ. ഗോപ്യസ്തവ കിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരം അസമോർധ്വമനന്യസിദ്ധം
ദൃഗ്ഭിഃ പിപന്ത്യനുസവാഭിനവം ദുരാപം ഏകാന്തധാമ യശസഃ ശ്രിയഃ ഐശ്വരസ്യ യാദോഹനേ അവഹനനേ മദനോപലേപ പ്രേംഗ്യങ്കനാർബരുദിതോക്ഷണമാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോ ശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാഃ പ്രാതർവ്രജാദ്വ്രജത ആവിശതശ്ച സായം ഗോഭിഃ സമം ക്വണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമബലാപതി ഭൂരി പുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ സഭയാ സ്ത്രീഗിരശ്രുത്വാ പുത്രസ്നേഹശുചാതുരൗ പിതരൗ അന്വതപ്യേതാം പുത്രയോരബുധൗ ബലം തൈസ്തൈർനിയുദ്ധവിധിഭിഃ വിവിധൈരച്യുതേതരൗ യുയുധാദേ യഥാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ ഭഗവദ്ഗാത്രനിഷ്പാതൈർവജ്രനിഷ്പേഷനിഷ്ഠുരൈഃ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിമവാപഃ സശ്യേന വേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കരാവുഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസ്യബാധത നാചലത്തത്പ്രഹാരേണ മാലാഹതൈവദ്ദിവഃ ബാഹ്വോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരിഃ ഭൂപൃഷ്ഠേ പോതയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേ സസ്രഗിന്ദ്രധ്വജൈവാപതത് തഥൈവ മുഷ്ടികഃ പൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേനാഭിഹതോ വൃശം പ്രവേപിതഃ സരുധിരം ഉദ്വമന്മുഖതോർദിതഃ വ്യസുഃ പപാദോർവ്യുപസ്ഥേ വാദാഹതൈവാംഗ്രിഭഃ തതഃ കൂടമനുപ്രാപ്തം രാമഃ പ്രഹരദാംബരഃ അവധീത് ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാ തർഹ്യേവ ഹി ശലകൃഷ്ണപദാപഹത ശീർഷകഃ ദ്വിധാ വിദീർണസ്തോശലകഃ ഉപാവപി നിപേതദുഃ ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാ പ്രതുദ്രുവുർമല്ലാഃ സർവേ പ്രാണപരിപ്സവഃ ഗോപാൻ വയസ്യാനാകൃഷ്യ തൈ സംസൃജ്യ വിജഹ്രദുഃ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധൗ രുതനൂപുരൗ ജനാ പ്രജഹൃഷുഃ സർവേ കർമ്മണാ രാമകൃഷ്ണയോഃ ഋതേ കംസം വിപ്രമുഖ്യാഃ സാധവഃ സാധു സാധ്വിതി ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ച ഭോജരാട് ന്യവാരയത് സ്വതുര്യാണി വാക്യം ഛേദമുവാചഃ നിസ്സാരയത ദുർവൃത്തൗ വസുദേവാത്മജൗ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം വസുദേവസ്തു ദുർമേധാ ഹന്യതാം ആശു അസത്തമഃ ഉഗ്രസേനഃ പിതാ ചാപി സാനുഗഃ പരപക്ഷകഃ ഏവം വിഗദ്ധമാനേ വൈ കംസേ പ്രകുപിതോ വ്യയഃ ലഘിംനോൽപത്യ തരസാ മഞ്ചമുത്തുംഗമാരുഹത് തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആസനാത് മനസ്വീ സഹസോത്ഥായ ജഗൃഹേ സോസി ചർമ്മണി തം ഗഡ്ഗപാണിം വിചരന്തമാശു ശ്യേനം യഥാ ദക്ഷിണസവ്യമംബരേ സമഗ്രഹീ ദുർവിഷഹോഗ്രതേജ യഥോരകം താർക്ഷ്യസുതഃ പ്രസഹ്യ പ്രഗൃഹ്യ കേശേഷു ചലത്കിരീടം നിപാത്യ രംഗോപരി തുംഗമഞ്ചാത് തസ്യോപരിഷ്ടാത് സ്വയമബ്ജനാഭഃ പപാത വിശ്വാശ്രയ ആത്മതന്ത്രഃ തം സംപനേദം വിചകർഷ ഭൂമൗ ഹരിര്യധേവം ജഗതോ വിപശ്യതഃ ആഹേതി ശബ്ദഃ സുമഹാൻ തദാഭൂത് ഉദീരിതഃ സർവജനൈർനരേന്ദ്ര സ നിത്യദേവാ നിത്യദോദ്വിഗ്നധിയാതമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യതഃ തദേവ രൂപം ദുരവാപമാപ തസ്യാനുജാ ഭ്രാതരോഷ്ടൗ കങ്കന്യഗ്രോദഗാദയഃ അഭ്യധാവന്നതിക്രുദ്ധാ ഭ്രാതുർനിർവേശകാരിണഃ തദാതിരഭസാൻ താൻ തു സംയക്താൻ രോഹിണീസുതഃ
അഹൻ പരിഘമുദ്യമ്യ പശൂനിവ മൃഗാധിപഃ നേതുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയഃ പുഷ്പൈകിരന്തസ്തം പ്രീതാഃ സശംസുർ നനൃതുഃ സ്ത്രിയഃ തേഷാം സ്ത്രിയോ മഹാരാജാ സുഹൃന്മരണദുഃഖിതാഃ തത്രാഭീയുർവിനിഘ്നന്ത്യഃ ശീർഷാണ്യശ്രുവിലോചനാഃ ശയാനാൻ വീരശയ്യായാ പതീൻ ആലിംഗ്യ ശോചതീഃ വിലേബുഃ സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുഃശുചഃ ഹാ നാദ പ്രിയധർമ്മജ്ഞ കരുണാനാദവത്സല ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാ അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാംഭോ ദശാം നീതോ ഭൂതദൃക്ഖോലവേദശം സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേതദേ. ശ്രീശുക ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവനഃ യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത് മാതരം പിതരം ചൈവ മോചയിത്വാദബന്ധനാത് കൃഷ്ണരാമൗ വന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോഃ ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ കൃതസംവന്ദനൗ പുത്രൗ സസ്വജാതേ ന ശങ്കിതൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഭഗവാനെയും ബലരാമസ്വാമിയും വധിക്കാൻ വേണ്ടി കംസൻ അക്രൂരനെ ദൂതനായി അയച്ച് ഗോകുലത്തിൽ നിന്ന് മധുരാപുരിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നടന്നതെല്ലാം വിപരീതം അല്ലേ? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത്. കംസനൊന്ന് വിചാരിച്ചു, ആ പദ്ധതികളൊന്നുമല്ല നടന്നത്. എല്ലായിടത്തും കംസന് തിരിച്ചടി മാത്രം. അവസാനത്തെ കൂട്ടപ്പൊരിച്ചിലായിരുന്നു എല്ലായിടത്തും. ഭഗവാൻ ഇവിടെ വന്നതോടുകൂടി ആ രചകനെ വധിച്ചുകൊണ്ട് തുടങ്ങി. 2-3 പേരെ അനുഗ്രഹിച്ചു. നല്ലവരായിട്ടുള്ള വായകനെയും മാലാകാരനെയും സൈരന്ധ്രിയെയും അനുഗ്രഹിച്ചു.
അതിനുശേഷം ധനുർഭഞ്ജനം ചെയ്തു. അതിന് കാവൽ നിൽക്കുന്നവരെയൊക്കെ നശിപ്പിച്ചു. പിറ്റേ ദിവസം മല്ലരംഗത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുവലയാപീഠം തടഞ്ഞു നിന്നപ്പോൾ ആ കുവലയാപീഠത്തെ വധിച്ചു. അതിനുശേഷം മല്ലരംഗത്തേക്ക് പ്രവേശിച്ചു. അവിടെ മല്ലയുദ്ധം ഒഴിവാക്കാനായിക്കൊണ്ട് നോക്കി. പക്ഷേ അവർ നിർബന്ധിച്ച് അവരുടെ അന്തകനെ അവർ തന്നെ നിർബന്ധിച്ച് അതിനായിട്ട് പ്രേരിപ്പിച്ചു. ഞങ്ങളെ കൊല്ലൂ എന്ന് പറയും പോലെ. അങ്ങനെയാണ് ചാണൂര മുഷ്ടികന്മാർ ഭഗവാനും ബലരാമനാലും മല്ലയുദ്ധത്തിൽ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ഭഗവാൻ അത് ചെയ്തത്. എന്തായാലും യുദ്ധത്തിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം അല്പം പേടിച്ചുവെങ്കിലും അന്ത്യം ശുഭമായിരുന്നു. ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ അല്ലെങ്കിൽ ചാണൂര മുഷ്ടിക കൂട ശല തോശലന്മാരെയെല്ലാം ഭഗവാനും ബലരാമസ്വാമിയും കൂടി വധിച്ചു. അതിനുശേഷം ഭഗവാൻ കൂട്ടുകാരുമായിട്ട് ആർത്ത് അട്ടഹസിച്ച് മല്ലരംഗത്ത് കളിക്കുകയായിരുന്നു, വിജയം ആഘോഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒന്നുകൂടെ കംസന്റെ വക വീണ്ടും ഇൻവിറ്റേഷൻ, വരൂ വരൂ എന്നെ കൊന്നേക്കൂ എന്നുള്ള പോലെ പ്രകോപനം. അച്ഛന്മാരെ പിടിച്ചുകെട്ടാനും രാമകൃഷ്ണന്മാരെ നാട്ടിൽ നിന്ന് ഓട്ടിക്കളയാനും അതുപോലെ ഉഗ്രസേനനെ കാരാഗൃഹത്തിൽ അടക്കി കൊല്ലുകയോ ചെയ്യാനോ ഒക്കെയുള്ള ആജ്ഞയൊക്കെ കംസൻ പുറപ്പെടുവിക്കുന്നത് കണ്ടപ്പോൾ ഇനി വെച്ചേക്കണ്ട എന്ന് തീരുമാനിച്ച് ഭഗവാൻ തന്റെ ശരീരത്തിന്റെ ഭാരം കുറച്ചുകൊണ്ട് മുകളിലേക്ക് മഞ്ചത്തിലേക്ക് കംസൻ ഇരിക്കുന്നിടത്ത് അവിടേക്ക് കുതിച്ച് ചാടി. പിന്നീട് കംസനെ പിടിച്ച് അപ്പോഴേക്കും കംസൻ വാളും പരിചയമായിട്ട് ഭഗവാന്റെ നേരെ യുദ്ധത്തിനായിക്കൊണ്ട് ഒരുങ്ങി ഒരു പരുന്തിനെ പോലെ ഒഴിഞ്ഞു മാറി പറന്നു നടന്ന് ഭഗവാനെ ആക്രമിക്കാൻ നോക്കിയ സമയത്ത് ഭഗവാൻ അവന്റെ ശിരസിലെ കിരീടം തട്ടിക്കളഞ്ഞുകൊണ്ട് അവന്റെ മുടിയിൽ പിടിച്ച് വലിച്ച് താഴോട്ടിട്ട അവന്റെ മേലേക്ക് ഭഗവാൻ ആ ഉയരത്തിൽ നിന്ന് ചാടി വീണു. ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരഭൂതനായ ഭഗവാൻ, ലോകത്തെ മുഴുവൻ ജനിപ്പിച്ചവനായ ഭഗവാൻ ആ കംസന്റെ മാറത്ത് വന്ന് പതിച്ചു. അതോടുകൂടി കംസന്റെ പ്രാണൻ പോയി. പക്ഷേ കംസൻ ഭാഗ്യവാനാണ്. നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് ഉദ്വേഗം കൊണ്ട് എന്തു ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ കാണുകയാണ് ചെയ്തത്. കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം, കണ്ണു തുറന്നാലും പുറത്ത് നോക്കുന്നിടത്തൊക്കെ ചക്രപാണിയെ കാണുന്നു. അങ്ങനെ ആ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണവും തദനന്തരം സാരൂപ്യം എന്നുള്ള മുക്തിയും ലഭിച്ചു എന്ന് പറഞ്ഞു. ഭഗവാന്റെ രൂപത്തെ തന്നെ ചിന്തിച്ച്, ആ വിഷ്ണുവിനെ തന്നെ ചിന്തിച്ച് ഇപ്പൊ വിഷ്ണുവിന്റെ രൂപം കംസനും കിട്ടി എന്ന അതാണ് 39 ശ്ലോകത്തിൽ പറഞ്ഞത്. സനിത്യതോദ്വിഗ്നധിയാ തമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യതഃ തദേവ രൂപം ദുരവാപമാപ. അപ്പൊ ഉദ്വിഗ്നധിയ ചിരം, വളരെ കാലത്തെ ഉദ്വേഗം കൊണ്ട് ആ ഈശ്വരനെ തന്നെ കുടിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോൾ വരെ എല്ലായിടത്തും ആ ഭഗവാനെ ചക്രായുധം അഗ്രതഃ ദദർശ, ആ ചക്രപാണിയെ തന്റെ മുമ്പിൽ കണ്ടു. അതുകൊണ്ട് തന്നെ നിരന്തരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എങ്ങനെയാണോ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ എന്ന് ഉദാഹരണം പറയും. കീടകോ ഭ്രമരം ധ്യായൻ, കീടകം എന്ന് പറഞ്ഞാൽ പുഴു, ഭ്രമരം വേട്ടാവളി എന്നൊക്കെ പറയുന്ന ആ തേനീച്ചയെ പോലെ ഇരിക്കുന്നതായിട്ടുള്ള പ്രാണി. അപ്പോൾ വേട്ടാവളിയൻ ഒരു കീടത്തെ തന്റെ കൂട്ടിലിട്ട് അതിനെ പുറത്തു പോകാൻ അനുവദിക്കാതെ ഒരു ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കാൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് തല നീട്ടാൻ ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ തന്നെ കാവലിരിക്കും. പുറത്തേക്ക് തല നീട്ടുമ്പോൾ ഒരു കുത്തു കൊടുക്കും. അപ്പോൾ എപ്പോൾ തലയിട്ടാലും കുത്തു കിട്ടുന്നതുകൊണ്ട് ഈ കുത്തിയ ആളെ തന്നെ കണ്ടുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടുമാണ് ആ കീടം ആ കൂട്ടിനകത്ത് കഴിഞ്ഞത്, മണ്ണിന്റെ കൂട്ടിന്റെ അകത്ത് കഴിഞ്ഞത്. കുറെ കാലം അങ്ങനെ കഴിയുന്നതോട് കൂടിയിട്ട് ആ ആ കീടകത്തിന് ചിറകുകൾ മുളച്ച്
മറ്റൊരു ഭ്രമരമായി അത് ഭവിക്കുന്നു. കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ, ഭ്രമരമായി തീരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ ഇവിടെ കംസനും ഭഗവാന്റെ രൂപം ചിന്തിച്ച് സാരൂപ്യം എന്നുള്ള അവസ്ഥയെ ലഭിച്ചു എന്നാ പറയണം. ഇനി ഭഗവാനെ സേവിച്ച് അദ്ദേഹത്തിന് മുക്തി കിട്ടാൻ, സായുജ്യം ലഭിക്കാനുള്ള ചാൻസ് കൂടി എന്നർത്ഥം. ഭഗവാന്റെ സമീപത്ത്, ഭഗവാന്റെ ലോകത്ത്, ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളായി ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോ തദേവ രൂപം ദുരവാപം ആപ, തദേവ രൂപം, ആ ഭഗവാന്റെ രൂപത്തെ മറ്റുള്ളവർക്ക്, യോഗീശ്വരന്മാർക്ക് പോലും ദുരവാപം, പ്രാപിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭാവത്തെ പ്രാപിച്ചു. പിന്നീട് കംസന്റെ അനുജന്മാർ 8 പേര്, തസ്യ അനുജാ ഭ്രാതരഃ അഷ്ടൗ, കങ്ക നെഗ്രോധകാതയ, കങ്കൻ നെഗ്രോധൻ മുതലായ 8 പേര് അതിക്രുദ്ധാഹ അഭ്യതാവന്, ക്രുദ്ധരായിക്കൊണ്ട് പാഞ്ഞു വന്നു. എന്തിന്? ഭ്രാതുഹു നിവേശകാരിണഃ, സഹോദരന്റെ മരണത്തിന് പ്രതിവിധി ചെയ്യാൻ, അഥവാ പ്രതിക്രിയ ചെയ്യാനായിക്കൊണ്ട്, പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് അങ്ങനെ വന്നതായിട്ടുള്ള സമയത്ത് തഥാ അതിരഭസാൻ താംസ്തു സംയത്താൻ രോഹിണീസുതഃ അഹൻ പരിഗമുദ്യമ്യ പശൂനിവ മൃഗാധിപ, അതിവേഗത്തോടുകൂടി വന്ന, യത്നത്തോടുകൂടി വന്നവരെ രോഹിണീപുത്രനായ ബലരാമൻ തന്റെ പരിഗം എന്ന ആയുധം കൊണ്ട് എങ്ങനെയാണോ സിംഹം മറ്റ് ജന്തുക്കളെ അടിച്ചു കൊല്ലുന്നത്, അതുപോലെ ഈ 8 പേരെയും ബലരാമസ്വാമി തന്റെ പരിഗം കൊണ്ട് വധിച്ചു കളഞ്ഞു. ഇത്രയും വരെയാണ് നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് വായിക്കാം. നേതുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയഃ പുഷ്പൈഃ കിരന്ത സംപ്രീതാഃ ശശംസുഃ നനൃദുഃ സ്ത്രിയഃ. നേതുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയഃ പുഷ്പൈഃ കിരന്തഃ സംപ്രീതാഃ ശശംസുഃ നനൃദുഃ സ്ത്രിയഃ. അപ്പോ ഈ കംസനെയും കംസന്റെ അനുജന്മാരെയും ഒക്കെ വധിച്ചതോടു കൂടിയിട്ട് ദേവസമൂഹത്തിന് വലിയ സന്തോഷമായി, ആശ്വാസമായി. ആ ദേവസമൂഹം ആകാശത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? നേതുഹു ദുന്ദുഭയോ വ്യോംനി, വ്യോംനി വ്യോമത്തിൽ, ആകാശത്തിൽ, ദുന്ദുഭയഃ നേതുഹു ദുന്ദുബികൾ നാദം ചെയ്തു. ദേവദുന്ദുബികൾ അഥവാ ഭേരികൾ മുഴങ്ങി എന്നർത്ഥം. അപ്പൊ ഗന്ധർവന്മാരും ദേവന്മാരും ഒക്കെ അവരുടെ വാദ്യങ്ങളെ മുഴക്കി ഭഗവാന്റെ വിജയം ആഘോഷിച്ചു എന്നർത്ഥം. അവരുടെ ശത്രുക്കൾ തീർന്ന് ഭൂഭാരം കുറയുകയാണ്, അല്ലെ? അവർക്ക് ഇത്തിരി സ്വൈരം കിട്ടുകയാണ്, ദേവന്മാർക്ക് ആശ്വാസം ലഭിക്കുകയാണ്. അവർക്ക് പേടിയുണ്ടായിരുന്ന കംസൻ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോ വ്യോംനി ദുന്ദുഭയഃ നേതുഹു. അതുപോലെ ബ്രഹ്മ ഈശാദ്യാഃ വിഭൂതയഃ സംപ്രീതാഃ പുഷ്പൈഃ കിരന്തഃ തം ശശംസു. ബ്രഹ്മ ഈശാദ്യാഃ, ബ്രഹ്മദേവനും മഹേശ്വരനും മുതലായവർ, ആദ്യാഃ ബാക്കി ദേവന്മാരെല്ലാവരും തന്നെ അവിടെ ഈ ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. അവരെല്ലാവരും കൂടി, ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. അതാണ് ബ്രഹ്മേശാദ്യാ വിഭൂതയഃ എന്ന് പറഞ്ഞത്. ഭഗവാന്റെ വിഭൂതികൾ, അംശഭൂതന്മാർ, ഭഗവാന്റെ അംശങ്ങൾ തന്നെയായ ഇവര് സംപ്രീതാഹ, അത്യന്തം സന്തോഷിച്ചവരായിട്ട്, പുഷ്പൈഃ കിരന്തഃ, പുഷ്പങ്ങളെ കൊണ്ട് വികിരണം ചെയ്യുന്നവരായിട്ട്, ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്യുന്നവരായിക്കൊണ്ട്, തം ശശംസുഹു, ഭഗവാനെ പ്രശംസിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ദേവന്മാരും ബ്രഹ്മാവ്, മഹാദേവൻ മുതലായവരൊക്കെ തന്നെ ഭഗവാനെ പ്രശംസിച്ചു. സ്ത്രീയഃ നനൃദുഃ, അവരുടെ സ്ത്രീകൾ, ദേവന്മാരുടെ സ്ത്രീകൾ എന്നർത്ഥം. അപ്സരസുകളും മറ്റ് ദേവസ്ത്രീകളും എല്ലാവരും ആകാശത്ത് നൃത്തം വെച്ചു. ആനന്ദ നൃത്തം, സന്തോഷ നൃത്തം. അതാണ് നനൃദുഃ സ്ത്രീയഃ, ദേവസ്ത്രീകൾ നൃത്തം ചെയ്തു. അപ്പൊ ഈ കുറെ പേർക്ക് സന്തോഷമായി, ആശ്വാസമായി. ദുഷ്ടന്മാരെയാണ് കൊന്നത്. ഭൂരിപക്ഷം ആളുകൾക്കും ആശ്വാസമാണായത്, സന്തോഷമാണായത്. എന്നാൽ കംസനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന
അദ്ദേഹത്തിന്റെ ഭാര്യമാരും മറ്റു ചില ആശ്രിതരും ഉണ്ടാവും. അവർക്ക് വേറൊരാശ്രയമില്ല, ഇല്ലേ? അവർക്ക് കംസൻ തന്നെയായിരുന്നു ആശ്രയം. അപ്പോ അങ്ങനെയുള്ളവർക്ക് വലിയ നഷ്ടം ആണ്. അതുകൊണ്ട് അവരെല്ലാം വാവിട്ട് കരയുകയാണ്. അതാണ് അടുത്ത വരികളിൽ പറയുന്നത്. തേഷാം സ്ത്രീയോ മഹാരാജ സുഹൃന്മരണ ദുഃഖിതാഹ തത്ര അഭിയുർവിനിഘ്നന്ത്യഃ ശീർഷാണി അശ്രുവിലോചനാഃ. തേഷാം സ്ത്രീയോ മഹാരാജ സുഹൃന്മരണ ദുഃഖിതാഹ തത്ര അഭിയുർവിനിഘ്നന്ത്യഃ ശീർഷാണി അശ്രുവിലോചനാഃ. അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് അറിയാലോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ രാജവംശത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. യുദ്ധങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും, ശത്രുക്കൾ എപ്പോഴും ആക്രമിക്കും. അപ്പോൾ രാജാക്കന്മാർക്ക് പല നാശനഷ്ടങ്ങളും ഉണ്ടാവും. അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് മരിക്കും. അപ്പോൾ അവരുടെ സ്ത്രീകളൊക്കെ വിധവകളായിക്കൊണ്ട് വാവിട്ട് കരയും. അതാണ് ഇവിടെ, അല്ലയോ മഹാരാജാവെ, അങ്ങേക്ക് അറിയാലോ, തേഷാം സ്ത്രീയ, തേഷാം എന്ന് പറഞ്ഞാൽ കംസന്റെയും കംസന്റെ ഭൃത്യന്മാരുടെയും അതുപോലെ തന്നെ അനുജന്മാരായ 8 പേരുടെയും ഒക്കെ ഭാര്യമാര്, ആരെയൊക്കെ ഇപ്പൊ രാമകൃഷ്ണന്മാർ വധിച്ചുവോ അവരുടെയൊക്കെ ഭാര്യമാര്, അതാണ് തേഷാം സ്ത്രീയ, അവരുടെ ഭാര്യമാര് സുഹൃന്മരണ ദുഃഖിതാഹ, അവരുടെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ബന്ധുക്കളുടെ മരണത്താൽ ദുഃഖിതരായിട്ട്. ബന്ധു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താക്കന്മാരാണ് മിക്കവർക്കും, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ മുതലായവർ, അച്ഛനോ അമ്മാമനോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ആയിരിക്കുന്ന ഈ അസുരന്മാരുടെ പുരുഷന്മാരുടെ മുഴുവൻ മരണം സംഭവിച്ചപ്പോൾ, ഇതാണ് സുഹൃൻ മരണ ദുഃഖിതാഹ, സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ മരണത്താൽ ദുഃഖിക്കുന്നവരായിട്ട്, ശീർഷാണി വിനിഘ്നന്ത്യഃ, ശിരസ്സുകളെ അടിക്കുന്നവരായിട്ട്, കൈകൾ കൊണ്ട് തലയിൽ അടിക്കുന്നവരായിക്കൊണ്ട്, മാറത്തും അടിക്കാറുണ്ട്, ഇവിടെ ശിരസ്സിൽ അടിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ചുമരിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ഇട്ട് തലയിട്ട് അടിക്കും ചിലര്, അങ്ങനെയും ആവാം. കൈകൊണ്ടടിക്കാം, ശിരസ്സുകളെ നേരിട്ട് ഏതെങ്കിലും പ്രതലത്തിലിട്ട് അടിക്കാം. അപ്പൊ അങ്ങനെ തലയെ അടിക്കുന്നവരായിട്ട് എന്നാണ്. ശീർഷാണി, തലകളെ, വിനിഘ്നന്ത്യഃ, വിശേഷേണ നിഘ്നന്ത്യഃ, നന്നായി ഹനിക്കുന്നവരായിട്ട്, തലയ്ക്കാണ് അടിക്കുന്നത്. ഞങ്ങളുടെ വിധി ഇങ്ങനെ ആയല്ലോ എന്നുള്ളതാണ് അവിടെ തലയ്ക്കടിക്കുന്നതിന്റെ ആ ഒരു ഭാവം. അപ്പോ ശീർഷാണി വിനിഘ്നന്ത്യഃ അശ്രുവിലോചനാഃ തത്ര അഭീയുഃ, അശ്രുവിലോചനാഃ, കണ്ണുനീർ ധാരയായി ഒഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട്, തത്ര അവിടേക്ക്, ഇവരൊക്കെ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ രംഗത്തേക്ക്, അബീയുഹു, അബിയുഹു രണ്ടും കൂടി ചേർത്തപ്പോ അബീയുഹു, അഭിയാനം ചെയ്തു, പ്രാപിച്ചു എന്നർത്ഥം. എവിടെയാണോ കംസൻ മരിച്ചു കിടക്കുന്നത്, എവിടെയാണോ കംസന്റെ സഹോദരന്മാർ മരിച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാരെവിടെയാണോ മരിച്ചു കിടക്കുന്നത്, അവരവരുടെ ബന്ധുക്കൾ, അവരവരുടെ ഭാര്യമാരും മറ്റുമൊക്കെ അതാത് ആളുകൾ മരിച്ചു കിടക്കുന്നിടത്ത് അവരെ എടുത്ത് മടിയിൽ വെച്ചോ അവരെ നോക്കിക്കൊണ്ടോ തലയ്ക്ക് കൈകൊണ്ടടിച്ചും തലയെ വല്ലടത്തുമിട്ട് അടിച്ചും ഒക്കെ ആയിട്ട് വാവിട്ട് നിലവിളിച്ചു. അവര് അവിടെ വന്നു ചേർന്നു എന്നേ പറഞ്ഞുള്ളൂ. തേഷാം സ്ത്രീയോ മഹാരാജ സുഹൃൻ മരണ ദുഃഖിതാഹ തത്ര അഭീയുർ വിനിഘ്നന്ത്യഃ ശീർഷാണി അശ്രുവിലോചനാഃ ശയാനാൻ വീരശയ്യായാം പതീൻ ആലിംഗ്യ ശോചതീഃ വിലേബുഃ സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുഃശുചഃ. ശയാനാൻ വീരശയ്യായാം പതീൻ ആലിംഗ്യ ശോചതീഃ വിലേബുഃ സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുഃശുചഃ. അപ്പോ വീരശയ്യായാം ശയാനാൻ പതീൻ, വീരശയ്യ എന്ന് പറഞ്ഞാൽ അവിടെ മെത്തയൊന്നുമില്ല. വീരന്മാർ എവിടെയാ ശയിക്കുക? യുദ്ധരംഗത്ത് ഭൂമിയിൽ വീണാണ് മരിക്കുക. അപ്പൊ വീരന്മാരുടെ ശയനസ്ഥാനം എന്ന് പറഞ്ഞാൽ രണഭൂമിയാണ്. അതൊരു ശോഭയാണ് അവർക്ക്, അതവർക്ക് ക്രെഡിറ്റാണ്. അങ്ങനെ വീരന്മാർ പതിച്ചു വീഴുന്ന രണഭൂമിയിൽ വീണുകിടക്കുന്ന, അതാണ് വീരശയ്യായാം ശയാനാൻ, യുദ്ധഭൂമിയിൽ ശയിക്കുന്നവരായ പതീൻ ആലിംഗ്യ,
അവരവരുടെ ഭർത്താക്കന്മാരെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത്, അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഭർത്താക്കന്മാരെ പിടിച്ച് ശോചതീഹി കരയുന്നവരായി ദുഃഖിക്കുന്നവരായി, മുഹുഹു ശുചഃ വിസൃജന്ത്യഃ, മുഹുഹു വീണ്ടും വീണ്ടും, ശുചഃ ശുചഃ ഇവിടെ കണ്ണുനീരുകൾ എന്നർത്ഥം. ശുചഃ ശബ്ദത്തിന് കണ്ണുനീര് എന്നും അർത്ഥമുണ്ട്. അപ്പൊ കണ്ണുനീര് മോചിപ്പിക്കുന്നവരായിട്ട്, വിസർജന്ത്യഃ പുറത്തേക്ക് കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീരൊഴുക്കുന്നവരായിട്ട്, നാര്യഃ സുസ്വരം വിലേബുഹു ആ നാരികള്, അസുര സ്ത്രീകള് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മരണത്തിൽ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. സുസ്വരം അത്യുച്ചത്തില്, വിലേബുഹു വിലപിച്ചു എന്നർത്ഥം. എന്തൊക്കെയാണ് അവര് സുസ്വരം വിലപിച്ചത്, നല്ല ഉച്ചത്തിൽ വിലപിച്ചത്? അതാണ് അടുത്ത വരികൾ. ഹാ നാദാ പ്രിയ ധർമ്മജ്ഞാ കരുണാനാദവത്സല, ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ. ഹാ നാദാ പ്രിയ ധർമ്മജ്ഞാ കരുണാനാദവത്സല, ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ. അപ്പോ ഓരോരുത്തരും അവരവരുടെ നാഥന്മാരെ ചേർത്ത് പിടിച്ചിട്ടാണ് പറയുന്നത്. ഹാ നാദ, അല്ലയോ ഞങ്ങൾക്ക് ആശ്രയമായിരുന്നവനെ. കംസന്റെ പത്നിമാർ കംസനെ നാഥന്മാരായി കാണും, മറ്റോരോരുത്തരുടെയും പത്നിമാർ അവരവരുടെ ഭർത്താക്കന്മാരെ നാഥന്മാരായി കാണും. അല്ലേ? ഇവരാരും കൃഷ്ണനെ നാഥനായി കണ്ടില്ല, ഭഗവാനെ നാഥനായി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കരയേണ്ടി വന്നത്. ഭഗവാനെ നേരത്തെ തന്നെ നാഥനായി ആശ്രയിച്ചിരുന്നെങ്കിൽ ഈ കരച്ചിലിന് ഇത്തിരി ഒരു മയം ഉണ്ടാവുമായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഉച്ചത്തിൽ വിളിച്ച് കരയാണ്. ഹാ നാഥ, ഞങ്ങൾക്ക് ആശ്രയഭൂതരായവരെ. നാഥൻ എന്നാൽ നാഥ്യതേ, നാഥ്യത എന്ന് പറഞ്ഞാല് ആശ്രയതേ എന്നർത്ഥം. ആശ്രയിക്കപ്പെടുന്നത് കൊണ്ടാണ് നാഥൻ. അഭയം കൊടുക്കുന്നവർ, രക്ഷ കൊടുക്കുന്നവർ ഒക്കെയാണ് നാഥന്മാർ. ഹേ പ്രിയാ, പ്രിയതമാ, ഞങ്ങളുടെ ഭർത്താവേ, ഞങ്ങളൊക്കെ എല്ലാ പ്രീതിയും നൽകിക്കൊണ്ടിരുന്നവരെ. പ്രിയാ ധർമ്മജ്ഞ, എന്താ പറയുക, ഏത് ഭാര്യമാർക്കും അവരവരുടെ ഭർത്താക്കന്മാർ ധർമ്മജ്ഞന്മാരാണ്. ഇനി ധർമ്മം അറിയാത്തവരായിട്ട് ആരും ഇല്ല. വാസ്തവം പറഞ്ഞാൽ അരുതാത്തത് എന്താന്ന് എല്ലാവരുടെ ഉള്ളിലും അപ്പപ്പോ ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ അതേ ചെയ്യൂ. ഉള്ളിൽ നിന്ന് മനസാക്ഷി അരുത് 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 എന്ന് പറയുമ്പോഴും അത് ചെയ്യും. അപ്പൊ എല്ലാവരും ധർമ്മജ്ഞന്മാരാണ്. കാരണം ധർമ്മം എന്നുള്ളത് വളരെ സിമ്പിളാണ്. അല്ലാതെ നിഹിതം ഗുഹായാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിപ്പോ എന്താ പറയുക, ഒരുപാട് സാങ്കേതികമായിട്ട് ധർമ്മത്തെ, വിശേഷ ധർമ്മങ്ങളെ വിസ്തരിക്കുമ്പോഴേ നിഹിതം ഗുഹായാമെന്ന് പറയേണ്ടതുള്ളൂ. വിശേഷധർമ്മങ്ങൾ തമ്മിൽ എന്താ പറയുക, ഇഴപിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. ചിലതിന് വിരുദ്ധമായിരിക്കും. അപ്പൊ അവിടെ ഏതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഇത്തിരി ആലോചിച്ചെടുക്കേണ്ടതാണ്. അത് വിശേഷധർമ്മങ്ങളിലേ ഉള്ളൂ. സാമാന്യധർമ്മം എല്ലാവർക്കും പൊതുവാണ്. എന്താണ് വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണോ അവനവന് അപ്രീതികരമായത് അത് മറ്റുള്ളവരോട് ചെയ്യരുത്. അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ആ വരികൾ ഓർമ്മ വരുന്നില്ല. ആത്മന പ്രതികൂലാനി പരേഷാം ന ആചരേത്. ഈ അർദ്ധ ശ്ലോകത്തില് ധർമ്മരഹസ്യം അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാ ജനങ്ങളെ നിങ്ങൾ ധർമ്മത്തെ സേവിക്കാത്തത്? ഞാനിതാ 2 കൈയും പൊക്കിക്കൊണ്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു എന്ന് വ്യാസൻ 2 കൈയും പൊക്കി പിടിച്ച് എല്ലാവരോടും അപേക്ഷിക്കും പോലെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആ ധർമ്മത്തിന്റെ ഏറ്റവും ചുരുക്കം ഞാൻ പറയാം
എന്ന് പറഞ്ഞ് അരശ്ലോകം കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആത്മനഃ പ്രതികൂലാനി പരേഷാം ന ആചരേത്. അത്രയും അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആണ്. അത് സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാം. ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്. എങ്കിലും സാമാന്യമായിട്ട് ഇതൊന്ന് അടിയിൽ ഉറപ്പിച്ചാൽ മതി. ആത്മനഃ പ്രതികൂലാനി. ആത്മനഃ എന്ന് പറഞ്ഞാൽ അവനവന്, പ്രതികൂലാനി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തത്, നമ്മൾക്ക് പ്രതികൂലമെന്ന് തോന്നുന്നത്, നമ്മളോട് ആരും അപ്രകാരം ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളോട് നുണ പറയുന്നത് നമുക്കിഷ്ടമല്ല. നമ്മുടെ മുതല് നമ്മുടെ സമ്മതം കൂടാതെ ഒരാൾ കയ്യേറ്റം ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളെ ചീത്ത വിളിക്കുന്നത് നമുക്കിഷ്ടമല്ല, അല്ലേ? അപമാനിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എണ്ണി നോക്കുക. ഇതെല്ലാം അവനവന് പ്രതികൂലമായിട്ട് തോന്നുന്നുണ്ട്. എന്നോട് നിങ്ങളിത് ചെയ്യരുത് എന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, അല്ലെ? ചതിയും വഞ്ചനയും അസത്യവും അധർമ്മവും അകൃതജ്ഞതയും അല്ലെങ്കിൽ കൃതജ്ഞതയും ഒക്കെ ചെയ്യുക. നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്ത് അവർ നമ്മളോട് അതിന് കൃതജ്ഞത കാണിക്കാതിരുന്നാൽ, അതിനെ റെക്കഗ്നൈസ് ചെയ്യാതിരുന്നാൽ നമുക്കിഷ്ടമാവാറില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു താങ്ക്സ് എങ്കിലും, ഒരു നല്ല വാക്കെങ്കിലും എന്ന്, അല്ലേ? വീട്ടിൽ ദിവസവും അമ്മമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും. എവിടെ ഒരു നല്ല വാക്ക്, നന്നായിട്ടുണ്ട് കേട്ടോ, താങ്ക് യു എന്നൊരു നല്ല വാക്ക് കേൾക്കാനായിട്ട് എല്ലാ അമ്മമാരും കൊതിക്കുന്നുണ്ടാവും. പക്ഷെ ആര് പറയാൻ? പരബ്രഹ്മങ്ങൾ, അല്ലേ? മൗനവ്രതത്തിലാണ്. ബാക്കി വേണ്ടാത്തതൊക്കെ പറയാൻ ഇഷ്ടം പോലെ നാവ് പൊങ്ങും. പിന്നെ കുറ്റം പറയാനാണെങ്കിലും ഭക്ഷണം നന്നായില്ലെങ്കിൽ കുറ്റം പറയാനും പൊങ്ങും. പക്ഷെ നല്ലതൊന്നും പറയാറില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും കുടുംബകലഹം ഉണ്ടാക്കാനല്ല കേട്ടോ, ചില സത്യങ്ങൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെ കാര്യമായിട്ടെടുത്ത് അതിൻ്റെ പേരിൽ സൺഡേ ഉണ്ടാക്കാനൊന്നും പോകണ്ട. അപ്പൊ ഇതാണ് നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറിക്കൂടാ. ഇത് നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. അതാണ് നമുക്ക് അനുകൂലമായിട്ട് വേണം എല്ലാവരും പെരുമാറാൻ, പ്രതികൂലമായിട്ട് ആരും പെരുമാറരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കണം സ്റ്റാൻഡേർഡ്. എന്തിന്? നമ്മൾക്ക് മറ്റുള്ളവരോട് പെരുമാറുന്നതിന് ഈ കണ്ടീഷൻസ് അങ്ങോട്ടും അപ്ലൈ ചെയ്യണം. വേറൊരാളോടും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് അങ്ങോട്ടും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും കൊല്ലത്തും കിട്ടും. കൊടുത്തു വെച്ചവർ അവരെന്ത് കൊടുക്കുന്നുവോ അത് അവര് അനുഭവിക്കും. വിതച്ചത് കൊയ്യും, അല്ലേ? അപ്പോ വേണ്ടാത്തതൊന്നും വിതയ്ക്കാതിരിക്കുക. അത് എപ്പോഴാണത് കൊയ്യാന്ന് പറയാൻ പറ്റില്ല. ചില വിത്തുകൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടേ മുളയ്ക്കുള്ളൂ, കുറെ കാലം കഴിഞ്ഞിട്ടേ ഫലം തരുള്ളൂ. ഇമ്മീഡിയറ്റ് തന്നില്ല എന്ന് വരും. അപ്പൊ എന്തായാലും എപ്പോഴായാലും കിട്ടും. വിതച്ചത് കൊയ്യും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിത്തുകൾ വിതയ്ക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ ധർമ്മം. അപ്പൊ എല്ലാവരും ധർമ്മജ്ഞന്മാരാണ്. ധർമ്മം അറിഞ്ഞില്ല എന്ന് ആരും പറയാൻ പാടില്ല. അവരുടെ ഉള്ളിൽ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ഒരു വിലക്കുന്നുണ്ട്, അരുത് അരുത്. അവനവന്റെ ഉള്ളിൽ തന്നെ ഒരു ഭയം ജനിപ്പിക്കും. നീ ഇത് ചെയ്താൽ നിനക്ക് പലയിടത്തുനിന്നും തിരിച്ചടി കിട്ടും. നീ ആരോട് ചെയ്യുന്നുവോ അവർക്ക് ശക്തിയില്ലെങ്കിലും വേറെ പലരും അവർക്ക് വേണ്ടി ചോദിക്കാനുണ്ടാവും, അല്ലേ? ശക്തി കുറഞ്ഞവരോട് നമ്മുടെ തോന്നിയവാസം, അഹങ്കാരം, ധിക്കാരം ചെയ്താൽ
ഇവിടെ അധികാരികളുണ്ട് നമ്മളോട് ചോദിക്കാൻ. പോലീസോ പട്ടാളമോ അല്ലെങ്കിൽ കോടതികളോ ഗവൺമെന്റോ ഒക്കെ ഉണ്ട്. നമ്മളൊരാളെ വഞ്ചിച്ചാൽ ആ വഞ്ചിച്ചതിനെതിരായിട്ട് അയാൾക്ക് കേസ് കൊടുത്താൽ അതിനെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ഈശ്വരന്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. ഈശ്വരൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം CCTV-യിലൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ ചുറ്റും CCTV-കളാണ്. നമ്മൾ അജാമിളോപാഖ്യാനത്തിൽ കണ്ടു അല്ലേ? 13 CCTV-കള് രാവും പകലും എന്ന് പറഞ്ഞ പോലെ പവർ കട്ടൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു പവർ കട്ടും ബാധകമല്ല ഈ CCTV-കൾക്ക്. സൂര്യനും ചന്ദ്രനും ദിക്കുകളും ആകാശവും ഭൂമിയും അല്ലെ, ജലവും അഗ്നിയും വായുവും, ഇങ്ങനെ എണ്ണി 13 സാക്ഷികളെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാണുന്ന 13 സാക്ഷികൾ അപ്പപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പപ്പോ ഡാറ്റകൾ അയച്ചു കൊടുക്കുന്നുണ്ട് യമന്റെ കമ്പ്യൂട്ടറിലേക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ധർമ്മജ്ഞന്മാരാണ് എന്ന് പറയാം. ആർക്കും ധർമ്മം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോ എന്തൊക്കെയാ പറഞ്ഞ്? ഹാ നാദ പ്രിയ ധർമ്മജ്ഞ കരുണാനാദ വത്സല. കരുണാനാദ എന്നും വത്സല എന്നും രണ്ടായിട്ട് തിരിക്കാം. കരുണയുള്ളവനെ എന്നുള്ള അർത്ഥത്തിൽ കരുണാനാഥ, വത്സല വാത്സല്യമുള്ളവനെ, ഞങ്ങളോട് സ്നേഹമുള്ളവനെ. ഇനി കരുണ അനാഥ വത്സല ഇങ്ങനെയും പറയാം. അത് കംസനെ ഉദ്ദേശിച്ച്. നാഥനില്ലാത്ത ഞങ്ങളോടെല്ലാം വാത്സല്യം കാണിക്കുന്ന അനാഥകൾക്കും വാത്സല്യമുള്ള നാഥനല്ലേ അങ്ങ് കരുണയുള്ളവനല്ലേ എന്നും എടുക്കാൻ വേണമെങ്കിൽ കരുണ അനാഥ വത്സല എന്നോ കരുണാനാഥ വത്സല എന്നോ. ത്വയാഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ. അപ്പോ ഹതേന ത്വയാ സഗൃഹപ്രജാഃ തേ വയം നിഹതാഃ. ഹതേന ത്വയാ, കൊല്ലപ്പെട്ട അങ്ങയാൽ എന്ന് വെച്ചാൽ അങ്ങ് കൊല്ലപ്പെട്ടതോടുകൂടി സഗൃഹപ്രജാഃ തേ വയം, ഗൃഹങ്ങളോടും സന്തതികളോടും കൂടിയവരായ ഈ ഞങ്ങൾ, അങ്ങയുടെ സ്വന്തമായ ഞങ്ങൾ, തേ വയം അങ്ങയുടെ ഞങ്ങൾ, നിഹതാഹ കൊല്ലപ്പെട്ടിരിക്കുന്നു, നശിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഭർത്താക്കന്മാരായ നിങ്ങൾ മരിച്ചതോടുകൂടി ഞങ്ങൾ മരിച്ചതിന് തുല്യമായി. ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? രക്ഷകനില്ലാതെ, നാഥനില്ലാതെ, ഭർത്താവില്ലാതെ, അതുപോലെ രാജാവായ കംസനില്ലാതെ എന്നൊക്കെ അർത്ഥത്തില് കംസനെ ഉദ്ദേശിച്ചും സ്വന്തം ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചും അവർ കരയുകയാണ്. അപ്പോ ഭർത്താവ് മരിച്ചും ജീവിച്ചിരിക്കുന്നത് എന്താ പറയുക, മൃതപ്രായകളായിട്ടാണല്ലോ. ഞങ്ങൾക്ക് പിന്നെ എവിടുന്നും ഒരു ബഹുമാനവും കിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ലല്ലോ, എവിടുന്നും അപമാനം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അങ്ങ് ഭർത്താക്കന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സുരക്ഷിതരായും മാനിക്കപ്പെടുന്നവരായും ഏത് സദസ്സിലും ശോഭിക്കുന്നത്. അപ്പൊ ആ ഒരു സങ്കടങ്ങളാണ് അവര് അറിയിച്ചത്. ഹാ നാഥ പ്രിയ ധർമ്മജ്ഞ കരുണാനാഥ വത്സല ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷശഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാം. ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷശഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാം. ഇത് കംസനെ ഉദ്ദേശിച്ചാണ്, കംസനെ ഉദ്ദേശിച്ച് മാത്രമാണ്. എന്താ പറയണത്? പുരുഷശഭ, പുരുഷശ്രേഷ്ഠനായ ഹേ കംസ, പത്യാ ത്വയാ വിരഹിതായം പുരി വയം ഇവ നിവൃത്തോത്സവമംഗളാ ന ശോഭതേ. അപ്പൊ ഈ ഇയം പുരി മധുരാപുരി, ഈ മധുരാപുരി ഭർത്താവ് നഷ്ടപ്പെട്ട
വിധവകളായ ഞങ്ങളെപ്പോലെ ഈ മധുരാപുരിയും നാഥനില്ലാതെ ഭർത്താവ് മരിച്ച വിധവയെ പോലെയായി എന്നർത്ഥം. ഒരു ദേശത്തിന്റെ, ഒരു നാട്ടിന്റെ ഭർത്താവാണ് അവിടുത്തെ രാജാവ്. രാജാവ് മരിച്ചാൽ ആ ഭൂമി, ആ രാജ്യം വിധവയെ പോലെയായി. അതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോ ഹേ പുരുഷർഷഭ, പത്യാത്വയാ വിരഹിത ഇയം പുരി. പത്യാത്വയ, പതിയായ അങ്ങയാൽ, വിരഹിത, ഉപേക്ഷിക്കപ്പെട്ട, വേർപിരിയപ്പെട്ട, മരണത്താൽ വേർപിരിക്കപ്പെട്ടതായിട്ടുള്ള ഇയം പുരി, ഈ പുരി ഉണ്ടല്ലോ, ഈ മധുരാപുരി, വയം ഇവ, ഞങ്ങളെപ്പോലെ തന്നെ, ഈ വിധവകളായ ഭർത്താക്കന്മാർ മരിച്ചു കരയുന്ന ഞങ്ങളെപ്പോലെ തന്നെ, നിവൃത്തോത്സവമംഗള, എല്ലാ ഉത്സവങ്ങളും മംഗളങ്ങളും നിവർത്തിച്ചതായിരിക്കുന്നു. അതിൻ്റെ എല്ലാ മംഗളങ്ങളും ഉത്സവങ്ങളും കെട്ടുപോയിരിക്കുന്നു. ഐശ്വര്യമെല്ലാം നശിച്ചിരിക്കുന്നു. ഒരു ശ്മശാന മൂകതയായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് മധുരാപുരിയുടെ അവസ്ഥ. പക്ഷെ ആളുകളൊക്കെ അവിടെ സന്തോഷിക്കുന്നുണ്ട്. അത് ഇവർ കാണുന്നില്ല. ഇവരുടെ കണ്ണുനീര് മറഞ്ഞതുകൊണ്ട്, ഇവരുടെ പേഴ്സണൽ ദുഃഖം കൊണ്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശ്വാസമൊന്നും ഇവർ കാണുന്നില്ല. അവിടെ അല്ലേ, കൃഷ്ണനും കൂട്ടുകാരുമായിട്ട് മല്ലരംഗത്ത് സന്തോഷിച്ചിരുന്നതാണ്. ജനങ്ങൾക്കൊക്കെ ഇപ്പൊ ആശ്വാസമായിരിക്കുകയാണ്. ഇനിയും പുരിയിൽ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പൊ തൽക്കാലം രാജാവ് മരിച്ചു എന്നേ ഉള്ളൂ, അതുകൊണ്ട് ദുഃഖാചരണം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇവരുടെ വികാരാധിക്യം കൊണ്ട്, ഇവരുടെ ദുഃഖാധിക്യം കൊണ്ട് ഇവര് മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നില്ല എന്ന് മാത്രം. വാസ്തവത്തിൽ നഷ്ടപ്പെട്ടത് ഇവർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ലാഭമേ ഉള്ളൂ. ഈ കംസൻ എന്ന ദുഷ്ടന്റെ പിടിയിൽ നിന്ന് അവരെല്ലാം മുക്തരായിരിക്കണം, സ്വതന്ത്രരായിരിക്കണം. കംസനും കംസന്റെ ശിങ്കിടികളും ഒപ്പം നശിച്ചിരിക്കുന്നു. ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാം അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാംഭോ ദശാം നീതോ ഭൂതദൃക്കോലഭേദശം അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാംഭോ ദശാം നീതോ ഭൂതദൃക്കോലഭേദശം. ഇപ്പോ നിവൃത്തോത്സവമംഗള എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇതുവരെ നിന്നെ പോലൊരു ദുഷ്ടൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് സരസ്വതിയുടെ വിളയാട്ടമാണ്. ഇവിടെ ഉത്സവവും മംഗളവും ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നിവർത്തിക്കുകയാണ്, തിരിച്ചു വരികയാണ് എന്നും കൂടി അർത്ഥം വരും, അന്വയം വേണ്ട പോലെ ആക്കിയാൽ. വയമിപന്ന ശോഭതെ, ഞങ്ങളെപ്പോലെയല്ല, ഞങ്ങളെ വിധവകളായി. എന്നാൽ ഈ രാജ്യത്ത് ഇത്രയും കാലം ഉത്സവവും മംഗളമൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം തിരിച്ചു വരികയാണ്. അപ്പൊ ന വയമിവ നിവൃത്തോത്സവമംഗളാ ശോഭതേ എന്ന് രണ്ട് അന്വയിച്ചാൽ മതി. ന വയമിവ, ഞങ്ങളെപ്പോലെയല്ല, നിവൃത്തോത്സവമംഗളാ ശോഭതേ, ഉത്സവവും മംഗളവുമെല്ലാം നിവർത്തിച്ച് തിരിച്ചു വന്ന് ശോഭിക്കുന്നു എന്നും കൂടി അർത്ഥം വ്യാഖ്യാനിക്കാം സരസ്വതി അനുഗ്രഹം കൊണ്ട്. അതാണ് ഇവിടെ വാസ്തവത്തിൽ നടക്കുന്നത്. പക്ഷെ ഇവരുദ്ദേശിച്ചത് ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ്. അപ്പോ ഇനി നിനക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു അതും പറയേണ്ട ഈ സ്ത്രീകള്. നമ്മുടെ രാവണൻ സീതയെ കട്ടുകൊണ്ടുവന്ന് ലങ്കയിലുള്ള സകല രാക്ഷസന്മാരും മരിക്കാൻ കാരണമായി ഇല്ലേ? ആ ഹനുമാൻ സ്വാമി വന്നപ്പോ തന്നെ 2 പോയി. അദ്ദേഹം അസുരന്മാരെ വധിക്കുകയും ലങ്കയ്ക്ക് തീ കൊടുക്കുകയും ചെയ്തപ്പോ ആ ലങ്കാനിവാസികളായ സ്ത്രീകൾ മുഴുവൻ വാവിട്ട് നിലവിളിച്ച് രാവണനെ ശപിച്ചു. ഈ രാവണൻ അനുജത്തിയായ ശൂർപ്പണഖയുടെ വാക്കുകേട്ട് ആ സീതയെ കൊണ്ടുവന്ന
ആ സീത തന്നെയാണ് ഈ ലങ്കയെ ദഹിപ്പിച്ച അഗ്നി. ആ സീതയുടെ താപമാണ് ഇവിടെ അഗ്നിയായിട്ട് നമ്മളെല്ലാം ബാധിച്ചത്. ഇവന്റെ കാമമാണ് അതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് രാവണനെ ചീത്ത വിളിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നീട് രാമരാവണ യുദ്ധം, ആ സമയത്തും എല്ലാവരും മരിച്ചു വീഴുമ്പോഴും ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോ നേതാവ് ദുഷ്ടനായി കഴിയുമ്പോൾ അനുയായികളും അതിനെ പിന്തുടരേണ്ടി വരുന്നു, നിർബന്ധിതരായി തീരുന്നു, നിസ്സഹായരായിട്ട്. എന്നിട്ടോ എല്ലാവർക്കും നാശം. അപ്പൊ നേതാവ് എന്താ പറയുക, തോന്നിയവാസം ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ ധൈര്യമില്ലെങ്കിൽ കൂട്ടുനിൽക്കാതെയെങ്കിലും ഇരിക്കാം. അതാണ് ചെയ്യേണ്ടത്. സാമാന്യ ജനം ഇന്നത്തെ ഈ ജനാധിപത്യാവസ്ഥയിലും അവരുടെ പാർട്ടിയുടെ നേതാവ് തെറ്റ് ചെയ്യുമ്പോൾ ശക്തിയുള്ളവരാണെങ്കിൽ എതിർത്ത് പറയാം. കാരണം അയാൾ ഒരു മനുഷ്യനാണ്. അയാൾ എന്തുകൊണ്ടാണ് ബലവാനായിരിക്കണത്? അയാൾക്ക് സ്ഥാനവും മാനവും ഉള്ളത് കൊണ്ടും ആളുകൾ സപ്പോർട്ടുള്ളത് കൊണ്ടുമാണ്. ആ ആളുകളെ സപ്പോർട്ട് ഇല്ലാതാവും, സ്ഥാനമാനങ്ങൾ ഇല്ലാതാവും. കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് തന്നെ അതിന് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഇഷ്ടമല്ല എന്ന് തുറന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മര്യാദക്കാരനാവും, അല്ലാതെ അനിഷേധ്യനായി വളരുകയില്ല. അത് നേരത്തെ തന്നെ മുളയിലേ നുള്ളണം. പക്ഷെ എന്താവും, അയാള് ഓരോ തോന്നിയവാസം കാണിച്ച് അഴിമതികളൊക്കെ കാണിച്ച് അതിന്റെ പങ്ക് നക്കാൻ ഇവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. പലതരത്തില് സ്ഥാനമാനങ്ങളായിട്ടും അല്ലേ, അധികാരങ്ങളായിട്ടും പലതരത്തില് നക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അനുകൂലിച്ചു നിന്നു. അവസാനം അയാൾ എല്ലാ വലിയ വലിയ തോന്നിയവാസങ്ങളും ചെയ്യുമ്പോൾ അതിനെയും നിർബന്ധിതരായി അനുകൂലിക്കേണ്ടി വരുന്നു. അപ്പൊ എന്തായി, എല്ലാവർക്കും നാശം ഉറപ്പാണ്. അത്യാഗ്രഹം കാണിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും നാശം ഉറപ്പാണ്. ഇത് ലോകം മനസ്സിലാക്കി എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവണം, ആത്മനിയന്ത്രണം ഉണ്ടാവണം, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. നമുക്ക് ഇതൊന്നും ശാശ്വതമല്ല. ഈ അഴിമതി കാണിച്ചും പല രീതിയിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പാദിക്കുന്നതോ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതോ ഒന്നും ശാശ്വതമല്ല. ഇതൊക്കെ വന്നതിനേക്കാൾ വേഗത്തിൽ പോകും. ധാർമ്മികമായി സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് അർഹതയുള്ളൂ അനുഭവിക്കാൻ എന്ന് ബോധം ഉണ്ടാവണം. ആ ബോധം ഈ പറഞ്ഞ പാർട്ടിക്കാർക്കൊന്നും ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ഈ പറഞ്ഞ മോറലായിട്ടുള്ള യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, ഒരു തരത്തിലുള്ള പഠനവും ഇല്ല, ആധ്യാത്മികമോ മതപരമോ ആയിട്ടുള്ള ഒന്നും പഠിക്കുന്നില്ല. വേറെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്, നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു മതമുണ്ട്. അതെന്താ പഠിപ്പിക്കുന്നത്? അത് ഈ രാജ്യം നിങ്ങളുടേതല്ല, നിങ്ങളുടെ രാജ്യം വരണമെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ അസ്തമിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൊള്ളയടിച്ചോളൂ. ഇവിടെയുള്ള ആളുകളെയും ഇവിടെയുള്ള ഖജനാവിനെയും ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ഭരണം ആക്കുന്നത് വരേക്കും ഇതൊരു അന്യ നാടാണ് നിങ്ങൾക്ക്. നമ്മളുടെ നിയമങ്ങൾ വരുമ്പോഴേ നമ്മുടെ നാടാവുള്ളൂ. ഇത് മറ്റു മതസ്ഥരുടെ നിയമങ്ങളാണ് ഇവിടെ എന്നാണ് പഠിപ്പിക്കുന്നത്. അംബേദ്കർ അതുപോലെ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ എത്രയോ മാസങ്ങളോളം ചിന്തിച്ചും ചർച്ച ചെയ്തും വെട്ടിയും തിരുത്തിയും എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയ ഇത്രയും മനോഹരമായിട്ടുള്ള ലോകത്തിലേക്ക് ഒരു അത്ഭുതമായിട്ടുള്ള ഭരണഘടന, അതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഇത് മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞാണ്. മനുസ്മൃതിയൊക്കെ ഏറ്റവും എതിർത്തിരുന്ന ആളാണ് അംബേദ്കർ. അപ്പൊ അങ്ങനെയുള്ള അവർ കഷ്ടപ്പെട്ട് രചിച്ച ഈ ഒരു ഭരണഘടനയെ പോലും അത് മനുസ്മൃതിയാണ്, അത് ഹിന്ദുക്കളുടെ നിയമങ്ങളാണ്, ഇത് നമ്മുടെയല്ല എന്ന് പഠിപ്പിച്ച് ഈ രാജ്യത്തോട് ശത്രുതാബുദ്ധിയോടെ ഈ രാജ്യത്തുള്ള അന്യമതസ്ഥരോടൊക്കെ ഇതൊക്കെ ശത്രുക്കളാണ്, ഇവരെല്ലാം കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഇവിടുത്തെ
അവരുടെ വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ ലഹരി കടത്തിലും ബാക്കി എല്ലാ തോന്നിയവാസങ്ങളിലും പിടിക്കപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, അവരുടെ മതത്തിൽപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി, ഇവരിതാണോ പഠിച്ചത്, ഇവരെന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് അവർ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം എന്താ പറയുക, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന് പറഞ്ഞ പോലെയായി. ഇവര് കുറച്ച് അവരുടെ സ്വാർത്ഥത കൊണ്ട് വേണ്ടാത്തതൊക്കെ പഠിപ്പിച്ചു, ശിഷ്യഗണങ്ങൾ അതിലും കടത്തി വെട്ടുന്നുണ്ട്. എന്തായാലും ചുറ്റും നടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഇതിന് സമാനമായി പറയാൻ ഉള്ളപ്പോൾ പറയാതിരിക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സ്വാമിക്ക് ഭാഗവതം മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ പോരെ, എന്തിനാ ഇപ്പം ഈ വേണ്ടാത്തതൊക്കെ പറയാൻ പോണം എന്ന് ചിലർക്ക് തോന്നാം. ഇതും അതും ഒരേ സംഭവം തന്നെയാണ്. ഇത് മുമ്പ് നടന്നത്, മറ്റത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കംസൻ, ഹിരണ്യകശിപു മുതലായിട്ടുള്ള അസുരന്മാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ അസുര സ്വഭാവം കാണിക്കുന്നത് വേറെ ചില ആൾക്കാരാണ്. അപ്പോ എന്താ ചെയ്തത്? അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹം ഉൽബണം തേന ഇമാം ഭോ ദശാം നീതോ ഭൂതദൃക്കോലഭേദശം. ഒരു ന്യായമാണിത്. എല്ലാ കാലത്തേക്കും സത്യമായിട്ടുള്ളൊരു ന്യായം പറയണം, ഒരു സുഭാഷിതമായിട്ട് പറയാം വേണമെങ്കിൽ. അപ്പൊ എന്താണ്? ഹേ ഭോ, അല്ലയോ മരിച്ചു കിടക്കുന്ന കംസനെ നോക്കിയാണ്. വിളി കേൾക്കില്ലല്ലോ. വിളി കേൾക്കാത്ത ആളെ ഉച്ചത്തിൽ വിളിക്കുകയാണ് ഭോ എന്ന്. എന്താ ചെയ്ത? ത്വം അനാഗസാം ഭൂതാനാം ഉൽബണം ദ്രോഹം കൃതവാൻ. ത്വം നീയ അനാഗസാം ഭൂതാനാം, അനാഗസ്സുകൾ എന്ന് പറഞ്ഞാൽ നിരപരാധികൾ. ആഗസ് അപരാധം, പാപം. ആഗസ് ചെയ്യാത്തവർ അനാഗസ്സുകൾ. അപ്പൊ നിരപരാധികളായിട്ടുള്ള എല്ലാ ഭൂതങ്ങൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല മറ്റു പലർക്കും, ദേവന്മാർക്കും മറ്റുമൊക്കെ തന്നെ അനാഗസാം ഭൂതാനാം ഉൽബണം ദ്രോഹം കൃതവാൻ, ഭയങ്കരമായ ദ്രോഹത്തെ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഉൽബണം എന്ന് പറഞ്ഞാൽ ഭയാനകം. അപ്പൊ അതിഭയാനകങ്ങളായിട്ടുള്ള ദ്രോഹങ്ങളെ അങ്ങ് നിരപരാധികളുടെ നേരെ ചെയ്തിട്ടുണ്ട്. പാവം ആ ദേവകി എത്ര കരഞ്ഞിട്ടുണ്ടാവും. സ്വന്തം സഹോദരി, ആ സഹോദരിക്ക് കംസനെ കൊല്ലണം എന്ന് വല്ല ആഗ്രഹവും ഏതെങ്കിലും കാലത്ത് തോന്നിയിട്ടുണ്ടാവോ? ഇപ്പോഴും തോന്നിയിട്ടുണ്ടാവോ? തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോ തീർച്ചയായിട്ടും ആ ദേവകിക്കായിരിക്കും ഏറ്റവും അധികം സങ്കടം ഉണ്ടായിട്ടുണ്ടാവുക. അതും തന്റെ മകനെ കൊണ്ട് തന്നെ അത് വേണ്ടി വന്നൂലോ എന്നുള്ളത് വലിയ സങ്കടമായിരിക്കും. അപ്പൊ ഒരിക്കലും ദേവകിയുടെ മനസ്സിൽ കംസനെ കൊല്ലാനുള്ള ഒരു ചിന്തയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നല്ല ബുദ്ധി കൊടുക്കണേന്നേ അദ്ദേഹം ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യുമ്പോഴും തോന്നിയിട്ടുണ്ടാവുള്ളൂ. എന്റെ സഹോദരൻ എന്നോട് സ്നേഹത്തോട് പെരുമാറിയിരുന്നെങ്കിൽ, എന്റെ കുട്ടികളെ കൊല്ലാതിരുന്നെങ്കിൽ അവർ തന്നെ അമ്മാവന്റെ രക്ഷകന്മാരാകുമായിരുന്നു അല്ലേ? അമ്മാവന് വേറെ ആരെങ്കിലും ശത്രുക്കളുണ്ടായി ആക്രമിക്കാൻ വന്നാൽ മുമ്പിലുണ്ടാവും കൃഷ്ണനും രാമനും. ഇതിപ്പോ എന്താ പറ്റിയത്? സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ രാമകൃഷ്ണന്മാരെ, മരുമക്കളെ തന്നെ ശത്രുക്കളാക്കി കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ പിന്നെ അവരുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. നേരെ മറിച്ച് ആ അശരീരി കേട്ടപ്പോ വിവേകത്തോടുകൂടി അദ്ദേഹം പെരുമാറി. ദേവകിയോട് പറയുക, ദേവകി, ഈ അശരീരിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിതിനെയൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ. നീ എന്റെ അനിയത്തിയല്ലേ, നീ നിനക്കുണ്ടാവുന്ന കുട്ടികളെ നീ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നല്ല രീതിയിൽ നമുക്ക് ഒരു കുടുംബമായി സന്തോഷമായി കഴിയാട്ടോ. എന്റെ കാലശേഷം അവരെന്നെയാണ് പിന്നീട് ഇവിടുത്തെ രാജാക്കന്മാരാകാൻ പോകുന്നത്. അവർക്ക് അമ്മാവനെന്ന നിലയ്ക്ക് ഞാൻ എല്ലാ രക്ഷയും എന്റെ കടമകളും ചെയ്യും. നീ അത് മനസ്സിലാക്കി മക്കളെ വളർത്തണം കേട്ടോ.
എന്ന് നല്ല വാക്കുകൾ കംസൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള കംസന്മാരുടെ എടുത്തുചാട്ടങ്ങൾ കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നല്ലോണം ആലോചിച്ച് വേണ്ട പോലെ വിവേകത്തോടുകൂടി ശാന്തമായി സമാധാനമായി സ്നേഹപൂർവം അധ്യാത്മബോധത്തോടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരേ ചൈതന്യമാണ്, ഒരേ ആത്മാവാണ്, ഈശ്വര തത്വമാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഭാവത്തോടുകൂടെ ആ കംസൻ കണ്ടിരുന്നെങ്കിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നുവോ? അല്ലേ? അപ്പൊ ഇന്നും ഇങ്ങനെയുള്ള കംസന്മാരുണ്ട്. എന്തെങ്കിലും നിസാര കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും കാള പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറെടുത്ത് ഓടുന്ന പാർട്ടികൾ. അതിൽ നമ്മൾ ഒരാളാവാതിരിക്കുക, നമ്മൾ കംസനാവാതിരിക്കുക, കംസനെ പോലെ അവിവേകികളാവാതിരിക്കുക. അപ്പൊ എന്തായാലും ഉൽബണം ദ്രോഹം കൃതവാൻ തേന ഇമാം ദശാം നീതഃ. തേന അതുകൊണ്ടാണ് ഇമാം ദശാം ഈ അവസ്ഥയെ നീതഃ നയിക്കപ്പെട്ടത്. നിനക്ക് ഈ ഒരു ഗതി വന്നത് നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. നീ ഒരുപാട് പേരെ ഉപദ്രവിച്ചു. ഭൂതദ്രുക കഹ ശം ലഭതേ. ഒരു അടിവരയിട്ട് പറയേണ്ട ഒരു ഇതാണ്. ഭൂതദ്രുക കഹ ശം ലഭതേ. ഭൂതങ്ങളെ ദ്രോഹിക്കുന്ന ഏതൊരുവന് മംഗളം ലഭിക്കും, സുഖം ലഭിക്കും. ശം സുഖം. അപ്പൊ മറ്റുള്ളവർക്ക് ഏത് ജന്തുവിനും ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഹിംസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സുഖം നഷ്ടപ്പെട്ടു. അവന് സുഖത്തിന് അർഹതയില്ല. അവൻ സ്വയം കുറ്റബോധം കൊണ്ടും പാപം കൊണ്ടും അവൻ സ്വയം കഷ്ടപ്പെടും. അവൻ എവിടെ പോയാലും വധച്ചത് കൊയ്യും. ഈ തത്വം എല്ലാവരുടെ ഉള്ളിലും അടിവരയിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിലോ ഒരു ഭൂതങ്ങളെ ഉപദ്രവിക്കുന്ന ആർക്ക് സുഖം പ്രാപിക്കാൻ കഴിയും? ഭൂതദ്രുക കഹ ശം ലഭതേ ലഭേദ. ശം ലഭേദ, സുഖം ലഭേദ. ഇത് തത്വമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുട്ടികൾക്കൊക്കെ. എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരെയൊക്കെ സഹിക്കാനല്ല ഈ പറഞ്ഞത്. അതിപ്പോ കൃഷ്ണൻ തന്നെ കാണിച്ചു തന്നു, ഇങ്ങോട്ട് ദ്രോഹിച്ച അമ്മാമനെ ശരിയാക്കിക്കൊണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർ ഇങ്ങോട്ട് ദ്രോഹം ചെയ്യുമ്പോൾ സഹിക്കുന്നതിന് പരമാവധി പരിധി വരെ സഹിക്കാം. നമുക്കൊരു പരിധി വെക്കാം, ഒരു ലക്ഷ്മണ രേഖ അല്ലെങ്കിൽ ഒരു നെല്ലിപ്പടി. BPL APL എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് വെക്കാം നമുക്ക്. ഇത്ര വരയ്ക്ക് ആര് വേണമെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ, ഞാൻ കാര്യമായി എടുക്കില്ല, നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കും. പക്ഷെ അതിന്റെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ നാശം അടുത്തു കഴിഞ്ഞാൽ, അതിന് ഇയാളുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് നാശമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഒരാളെ കൊണ്ട് ദ്രോഹമാണ് ഉണ്ടാകുന്നത്, നാശമാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിൽ ഞാൻ ഇടപെടാൻ ബാധ്യസ്ഥനാണെങ്കിൽ, ഞാൻ പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ, ആ ധർമ്മത്തിനെതിരെ ഞാൻ പ്രതികരിച്ചിരിക്കും. ഇതൊരു ഉള്ളില്, എല്ലാവരുടെ ഉള്ളിലും ഒരു ദൃഢമായിട്ടുള്ളൊരു പ്രതിജ്ഞയായിട്ടുണ്ടാവണം. കാരണം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രതികരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഈ ലോകത്തെ നിലനിർത്തുന്ന ആ ശക്തിയാണ് വിഷ്ണു. അപ്പൊ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഇവിടെ ധർമ്മം നിലനിൽക്കണം. ആ ധർമ്മം നിലനിൽക്കണമെങ്കിൽ നമ്മളൊക്കെ ധർമ്മം പ്രവർത്തിക്കുകയും അധർമ്മത്തെ പ്രതിരോധിക്കുകയും വേണം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധ ശക്തിയാണ് വിഷ്ണു. ഓരോരുത്തരുടെ ഉള്ളിലും പ്രതിരോധ ശക്തിയായിട്ട് വിഷ്ണു വ്യാപിച്ചിരിപ്പുണ്ട്. അതാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നത്. ഇപ്പം മറ്റ് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രതിരോധ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ അണുക്കൾ
ശക്തി കുറഞ്ഞതാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു പോകും. അതല്ലെങ്കിൽ നമ്മൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മരുന്നുകൾ കഴിക്കും, ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് ഈ അണുക്കളെ കൊല്ലും. അവിടെ ഹിംസയുണ്ട്. എന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുന്ന ഏത് വൈറസുകളോ ഏത് ബാക്ടീരിയകളോ ആയിക്കോട്ടെ, ഞാൻ അവയെ മരുന്നുകൾ കൊണ്ട്, ആന്റിബയോട്ടിക്സുകൾ കൊണ്ട് അവയെ കൊന്നേ മതിയാകൂ. എങ്കിലേ എന്റെ ശരീരം നിലനിൽക്കുള്ളൂ. ആവശ്യമല്ലേ? ഈ ശരീരം കൊണ്ടുള്ള ആവശ്യം നടക്കണ്ടേ നമുക്ക്? നമ്മൾ എന്തിനാ വന്നത്? ഈ മനുഷ്യ ശരീരം ദുർലഭമായിട്ടുള്ളത് കിട്ടിയത് ആത്മാവിനെ അറിയാനാണ്. അപ്പോൾ ആ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി എന്താ പറയുക, ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്റെ ശരീരം മറ്റ് ആരെങ്കിലും നശിപ്പിച്ചാലും ഞാൻ ആരെയും നശിപ്പിക്കില്ല, ആർക്കും എതിരായിട്ട് പ്രതിരോധിക്കില്ല, പ്രവർത്തിക്കില്ല. ഞാൻ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു എന്നുള്ള ദൃഢമായിട്ടുള്ള ഉറപ്പ് വന്നാൽ നിങ്ങൾ പ്രതികരിക്കേണ്ട. മഹാത്മാക്കളെ, രമണ മഹർഷിയോ തപോവന സ്വാമികളോ രാമകൃഷ്ണ പരമഹംസരോ അതുപോലെയുള്ള മഹാത്മാക്കളൊക്കെ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ അസുഖങ്ങൾക്കൊന്നും അവർ ചികിത്സിക്കാതായി. കാരണം എന്താ? അവർ വന്ന കാര്യം കഴിഞ്ഞു. എന്തിനു വന്നോ ആ കാര്യം കഴിഞ്ഞു. ഇനി ഈ ശരീരം ഭാരമാണ്. ദദീജി മഹർഷി തന്റെ ശരീരം തന്റെ തപസ്സുകൊണ്ട് ആ ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു. അപ്പൊ ഇന്ദ്രന് വജ്രായുധമുണ്ടാക്കാൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കൊടുത്തു. ലോകസംഗ്രഹം, ചികീർഷുർ ലോകസംഗ്രഹം. ഇതുകൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അത് നടക്കട്ടെ. എന്റെ പ്രയോജനം കഴിഞ്ഞു, വെറുതെ ഞാനെന്തിനീ ഭാരം ചുമക്കണം? ഇതെന്റേതല്ല, പരോപകാരാർത്ഥമിതം ശരീരം. അതൊരു ഉയർന്ന ലെവലാണ്. അതെത്തുന്നത് വരയ്ക്ക് നമ്മുടെ ശരീരത്തെ നിലനിർത്തണം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ആദ്യം ധർമ്മസാധനം ഖലു. ഈ മനുഷ്യ ശരീരമാണ് നമ്മൾക്ക് ധർമ്മം സാധിക്കാനുള്ള ഉപകരണം, ആദ്യത്തെ ഉപകരണം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഇത് നല്ല ആരോഗ്യത്തോടെ കൂടെ ഇരുന്നാലേ ആ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ധർമ്മം, ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം സാധിക്കാൻ സാധിക്കുള്ളൂ. അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് വലിയ പ്രയോജനമൊന്നും നമുക്കില്ല. നമുക്ക് ഭാരമാണ്. ആർക്ക്? ആത്മസാക്ഷാത്കാരം നേടിയവർക്ക്. ഈ ശരീരം കൊണ്ട് പിന്നെ ആർക്കാ പ്രയോജനം? ചുറ്റുപാടുള്ളവർക്ക്, ലോകത്തിന്, ലോകസംഗ്രഹം. അപ്പോ അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം നിലനിർത്താൻ എങ്ങനെയാണോ നമ്മൾ രോഗങ്ങളോട് പ്രതിരോധിക്കുന്നത്, നമുക്കിപ്പോ ഒരു ക്യാൻസർ പോലെയുള്ളതായിട്ടുള്ളൊരു രോഗം വന്ന് പിടിപെട്ടു, ഒരു പ്രതിവിധിയും ചെയ്യാതെ അത് എന്നെ ഭക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിടുവോ? വിടരുത്, വിടാൻ പാടില്ല. അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം, ശക്തമായി പ്രതിരോധിക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിന് അപകടകാരികളായിട്ടുള്ള ദുഷ്ടശക്തികൾ. അത് പുറത്ത് മനുഷ്യരൂപത്തിലാണെങ്കിലും അവരൊക്കെ ബാക്ടീരിയകളാണ്, അവരൊക്കെ ക്യാൻസറാണ്, അവർ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ആരാണ് ക്യാൻസർ പോലെ ഈ ലോകത്തെ ബാധിക്കുന്നത് എന്നുള്ള വകതിരിവ് വേണം. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി യഥാർത്ഥ രോഗത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റ് പലരെയും ആ സ്ഥാനത്ത് കുറ്റപ്പെടുത്തുന്നത് അത് വേറെ പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ്. അത് പക്ഷപാതപരമായിട്ടുള്ള സ്വാർത്ഥത കൊണ്ടാണ് എന്ന് പറയാം. അവരൊക്കെ കള്ളന്മാരാണ്. സത്യം പറയാതെ
വല്ലവർക്കും വേണ്ടി വാലാട്ടിക്കൊണ്ട് വല്ലവരുടെയും എച്ചിൽ നക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ. യഥാർത്ഥം വേണ്ട പോലെ കണ്ട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ആരുടെയും ഒന്നും കണ്ട് കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. ആരോടും പ്രത്യേകമായിട്ട് വിധേയത്വം വേണ്ടതില്ല. ആരുടെയും അടിമകളല്ല എന്ന് സ്വതന്ത്ര ചിന്തയോടെ കാര്യങ്ങളെ സത്യസന്ധമായി കണ്ടു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. അത് അങ്ങനെയുള്ളവരല്ല ഇന്ന് കൂടുതലും ആരെങ്കിലും നക്കാപ്പിച്ച കൊടുക്കാനുണ്ടെങ്കിൽ, സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ ഇന്ന് അത് വാങ്ങി നക്കിയിട്ട് എന്ത് തോന്നിയവാസവും പറയും. ക്യാൻസറിനെതിരായി ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് ക്യാൻസറിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അല്ലേ? അതുപോലെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പലതും പറയുന്നത്. ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭൂതദ്രുഗ് കോലഭേദശം, മറ്റുള്ള ഭൂതങ്ങളെ ഉപദ്രവിച്ച ഒരാൾക്ക് ഏതൊരുവനാണ് സുഖം കിട്ടുക? മറ്റൊരാളെ ദ്രോഹിക്കുന്ന മനസ്സുണ്ടാവുന്നതോടുകൂടി അവന്റെ സുഖം നഷ്ടപ്പെട്ടു. ആരെയും ഞാൻ ഹിംസിക്കില്ല, ഉപദ്രവിക്കില്ല, ഇതെന്റെ വ്രതമാണ് എന്ന് നിശ്ചയിക്കണം. പക്ഷേ എന്നെ നശിപ്പിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കുകയും ഇല്ല, പ്രതിരോധിക്കും. ചിലപ്പോൾ പ്രതിരോധം എന്നുള്ളത് ഇത്തിരി കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യേണ്ടിയും വരും, അല്ലേ? ഒഫൻസ് ഈസ് ബെറ്റർ ദാൻ ഡിഫൻസ്. അഗ്രഷൻ ചിലയിടത്ത് ആവശ്യം വരും. കാരണം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണത്. വെറും ഡിഫൻസ് മാത്രമായിട്ടിരുന്നാൽ ചിലപ്പോൾ പിന്നിലേക്ക് തള്ളപ്പെടും. അപ്പോൾ രണ്ടടി മുന്നോട്ട് ചാടി വീണ് ശത്രുവിനെ ഭയപ്പെടുത്തി അകറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നിലേക്ക് നിൽക്കാം. ഇരിക്കട്ടെ. അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാം ബോധസാം നീതോ ഭൂതദൃക്കോലഭേദശം. സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേതദേ. സർവേഷാം ഇഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേതദേ. അവരുടെ എന്താ പറയുക, ആ തീവ്രമായ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അവരൊരു സത്യം വിളിച്ചു പറയുകയാണ് ഇവിടെ. ആ സ്ത്രീകൾ പറയുന്നു, സർവേഷാം ഇഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ. കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചാ പറയുന്നത്. ഈ ലോകത്തിന് ഈ ലോകത്തിൽ സർവേഷാം ഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും പ്രഭവാപ്യയഃ ഏഷഃ ഹി, പ്രഭവവും അപ്യയവും. പ്രഭവം ഉത്ഭവസ്ഥാനം, കാരണം. അപ്യയം ഗതി, അവസാനം ചെന്ന് ചേരേണ്ട സ്ഥാനം, പ്രളയസ്ഥാനം. അപ്പൊ പ്രഭവ പ്രളയ, പ്രഭവ പ്രളയൗ രണ്ടും ചേർന്നാണ് പ്രഭവാപ്യയ, ഉൽപ്പത്തിയും ലയവും. ഏഷഹി, ഇവനാകുന്നു, ഇവനിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി ജന്മാദ്യസ്യ യതഃ യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം. ഇങ്ങനെ ഇവനിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളുടെയും ഉൽപ്പത്തിയും ലയവും. പ്രഭവാപ്യയഃ ഏഷഃ ഹി ഗോപ്താച, എല്ലാവരുടെയും രക്ഷകനും അവൻ. അവ പ്രഭവവും പ്രളയവും പറഞ്ഞു, സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞില്ല. ഗോപ്താച എന്ന് പറഞ്ഞു, പ്രത്യേകമായി പറഞ്ഞു. ഇവനാണ് ഈ ലോകത്തിന്റെ സ്ഥിതികാരകൻ, നിലനിർത്തുന്നവൻ, രക്ഷകൻ. അങ്ങനെയുള്ള ഇവനെ അപമാനിക്കുന്നവർ, അതാണ് തദ് അവധ്യായി. തത് എന്ന് പറഞ്ഞാൽ തസ്യ, അവന്റെ, അവധ്യായി എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്നവൻ.
അവ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ധ്യാനിക്കുന്നവൻ, കാണുന്നവൻ, ഗണിക്കുന്നവൻ എന്നർത്ഥം. നിന്ദിക്കുന്നവൻ. അങ്ങനെയുള്ള ഈശ്വരനായ ഈ ഭഗവാനെ, ഈ കൃഷ്ണനെ നിന്ദിക്കുന്നവൻ, അപമാനിക്കുന്നവൻ, അവധ്യായി ക്വചിത് സുഖം നയേധതേ. ക്വചിത് ഒരിക്കലും, ഒരിടത്തും സുഖം നയേതതേ, സുഖമായിട്ട് അവൻ വളരുകയില്ല, അവന് വൃദ്ധി ഉണ്ടാവുകയില്ല, അവൻ നശിക്കുകയേ ഉള്ളൂ. അപ്പോ എല്ലാറ്റിന്റെയും കാരണഭൂതനായ സർവാത്മാവായ ഈ കൃഷ്ണനെ ആര് നിന്ദിക്കുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും പുരോഗതിയില്ല, വൃദ്ധിയില്ല. അവൻ വിനാശകാലേ വിപരീത ബുദ്ധി. പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ, ഇതിനൊക്കെയുള്ള രക്ഷകനായ എല്ലാവരും അവസാനം ആരെ ചെന്ന് ചേരുന്നുവോ ആ ഈശ്വരനെ നിന്ദിക്കുന്നവന് അധോഗതിയാണ്, അവന് ഊർധ്വഗതി അഥവാ വൃദ്ധി ഇല്ല, ഉറപ്പ് എന്ന് പറയണം. അപ്പൊ ഭഗവാനെ നിന്ദിക്കുന്നവർ, അവർ എത്ര പ്രഗത്ഭരായാലും അവർക്ക് സുഖമുണ്ടാകാൻ പോകുന്നില്ല. എത്ര പ്രഗത്ഭരായിക്കോട്ടെ, ആ ഈശ്വര നിന്ദ ചെയ്യുന്നവർ നശിക്കും. സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയൗ ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേതദേ. അപ്പൊ ഇതൊക്കെ ആ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുടെ ആദ്യമൊക്കെ അവര് കരഞ്ഞുവെങ്കിലും അവസാനം പറഞ്ഞതൊക്കെ ന്യായം, ധർമ്മം, ലോകത്തിനുള്ള പാഠം അല്ലേ, ലോകത്തിനുള്ള ഉപദേശമാണ് അവരുടെ. ഞങ്ങളുടെ ഗതി നിങ്ങൾക്കും വരാതിരിക്കാൻ എന്ന് അവരുടെ ഒരു വാണിംഗാണ്. ഇപ്പൊ നോക്കൂ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു, ഞങ്ങളൊക്കെ വിധവകളായി, അനാഥകളായി, ഇനി ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മുഴുവൻ അനാദരവുകളായിരിക്കും. അപ്പൊ ഈ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ നശിച്ചു, മരിച്ചു? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട്. അവരെല്ലാവരെയും ദ്രോഹിച്ചു, ഈശ്വരനെ തന്നെ വെറുത്തു. ഈശ്വരനെ വെറുക്കുന്നവർ ലോകത്തിന്റെ ശത്രുക്കളാണ്. ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് ഈശ്വര വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നവര് വലിയ കള്ളന്മാരാണ്. വലിയ കള്ളന്മാരായി തീരും അവര്, ഇപ്പൊ അല്ലെങ്കിലും. കാരണം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറായി. ഈശ്വരനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ധർമാധർമ്മ ബുദ്ധിയൊക്കെ എപ്പോഴും ഉണ്ടാവുള്ളൂ. മറ്റത് ഈശ്വരനെ ഇല്ല, അങ്ങനെ ഒരു ചൈതന്യമില്ല, ഈ ലോകത്തിനൊരു നിയന്താവില്ല, അതുകൊണ്ട് നമുക്ക് കയ്യൂക്കുള്ളവർക്ക് കാര്യക്കാരാവാം, നമ്മൾ കള്ളത്തരം ചെയ്ത് നമ്മളെ പിടിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെ കള്ളത്തരം ചെയ്താൽ നമ്മൾ സ്മാർട്ടായി, പിടിക്കപ്പെടാത്തവരേക്കും നമ്മൾ സ്മാർട്ടാണ് എന്നുള്ള തത്വശാസ്ത്രമാണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് സുഖം വേണ്ടാന്നൊന്നുമില്ല, അവർക്ക് ഭൗതിക സുഖങ്ങളിലൊക്കെ ആഗ്രഹമുണ്ട്, അവർക്ക് അസൂയ, കുനിഷ്ഠ, കുശുമ്പ് ഇതെല്ലാം ഉണ്ട്, കാമക്രോധ ലോഭ മോഹാദികളൊക്കെ ഉണ്ട്. ഈശ്വരനില്ല ഈശ്വരനില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഈ ഉള്ളിലുള്ള ഈ മറച്ചു വെച്ചിരിക്കുന്നതെല്ലാം അവസരം കിട്ടുമ്പോഴൊക്കെ പുറത്തേക്ക് വരും. ആരും അവരെ ചോദ്യം ചെയ്യാനില്ല, അവരാണ് ശക്തന്മാർ, കയ്യൂക്കുള്ളവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പ്രയോഗിക്കും. അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളുടെ എല്ലാ തോന്നിയവാസവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ലോകത്തിന് സദാചാരം, അഹിംസ മുതലായ കാര്യങ്ങളിൽ നിഷ്ഠയുണ്ടാവണമെങ്കിൽ അവരുടെയൊക്കെ ഉള്ളില് ഈശ്വരനെ കുറിച്ചിട്ടുള്ള അംഗീകാരമുണ്ടാവണം, ഈശ്വരനെ ബഹുമാനിക്കുന്നവരായിരിക്കണം. ഈശ്വരനിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ഈശ്വരനാണ് അദ്ദേഹത്തിന്റെ ധർമ്മത്തെ കൊണ്ട്, നിയമങ്ങളെ കൊണ്ട് ഈ ലോകത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെതിരെ, ആ ധർമ്മങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ആ ഈശ്വരൻ തന്നെ നമ്മുടെ നേരെ പ്രതികരിക്കും. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശിക്ഷ കിട്ടും എന്നുള്ള പേടി ഉണ്ടാവണം. അല്ലാതെ ആരെയും പേടിക്കാനില്ലാത്തവൻ, തങ്ങളാണ് ഭരിക്കുന്നത്, അങ്ങനെ ഭരണം നമ്മുടെ കയ്യിലുള്ളപ്പോ
നമ്മളെ ആര് ചോദ്യം ചെയ്യാൻ, ആര് ശിക്ഷിക്കാൻ, എന്ത് പോലീസ്, എന്ത് കോടതി, ആ കോടതിയെപ്പോലും ഭീഷണിപ്പെടുത്തുന്നവരാണ് ഇവരൊക്കെ. പോലീസുകാരോടും ജഡ്ജിമാരോടൊക്കെ അവർ പറയും, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയാം, നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ മക്കൾ എവിടെയാ പഠിക്കണത്, എന്താ ചെയ്യണത്, എവിടേക്കാ പോണതെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊരു ഭീഷണി പോരെ? ഇത് മതി, ധാരാളമായി. പിന്നെ അവർക്ക് അവരുടെ തൊഴിൽ ധർമ്മം ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരാൾക്കും അവരുടെ ധർമ്മം ചെയ്യാൻ പറ്റില്ല. കാരണം നിരപരാധികളായിട്ടുള്ള അവരുടെ മക്കൾ ഇവരുടെ ധർമ്മം ചെയ്തതിന്റെ ഫലമായിട്ട് ബാധിക്കപ്പെടും. ഭാര്യയോ മക്കളോ പാവങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ജനിച്ചു എന്നൊരു ദോഷേ അവർക്ക് ഉണ്ടായുള്ളൂ. അപ്പൊ ഇയാള് ഇവരുടെ അധർമ്മങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനെ ശിക്ഷിക്കേണ്ട നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാധിക്കപ്പെടുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് അയാളായിരിക്കില്ല, അയാളുടെ വീട്ടിലുള്ളവരായിരിക്കും, പാവങ്ങൾ, നിരപരാധികൾ. അപ്പൊ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ കാലം. അധികാരത്തിലുള്ള പാർട്ടിയുടെ ആൾക്കാരും അതുപോലെ അവർക്ക് വോട്ട് കൊടുക്കുന്ന വോട്ട് ബാങ്കായിരിക്കുന്ന ആൾക്കാരും ഈ രണ്ടു കൂട്ടരും കൂടിയിട്ടാണ് ഇവിടെയുള്ള നിയമവ്യവസ്ഥകളെ മുഴുവൻ താറുമാറാക്കിയിരിക്കുന്നത്, കുട്ടിച്ചോറാക്കിയിരിക്കുന്നത്. കൊരങ്ങന്റെ കയ്യിലെ പൂമാല പോലെയായിട്ടുണ്ട് ഈ രാജ്യം, ഈ കേരളം. ഇത് അല്പമെങ്കിലും ബോധമുള്ളവരുണ്ടെങ്കിൽ ഇത് മാറണം, ഇത് മാറാനുള്ള ബുദ്ധി പ്രയത്നം ഉണ്ടാവണം. അപ്പോ ഇങ്ങനെ ഈ സ്ത്രീകൾ അവർക്ക് പറ്റിയ ആപത്ത് മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാനായിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നല്ല കാര്യം. ഇനി സുഖബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇതുവരെയ്ക്ക് സ്ത്രീകളുടെ വിലാപമാണല്ലോ പറഞ്ഞത്. ശ്രീ സുഖ ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവനഃ യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. ശ്രീശുക ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവനഃ യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ലോകഭാവനഃ ഭഗവാൻ രാജയോഷിതഃ ആശ്വാസ്യ ഹതാനാം ലൗകികീം യാം സംസ്ഥാം ആഹുഹു താം സമകാരയത്. ഇതൊക്കെയാണ് ലോകഭാവനഃ ഭഗവാൻ. ഈ ലോകങ്ങളെ മുഴുവൻ ഭവിപ്പിക്കുന്നവൻ, അതിനെ നിലനിർത്തുന്നവൻ ഭഗവാൻ. അപ്പൊ ഈ ലോകത്തിൽ എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്, ഭഗവാന് സമന്മാരാണ്. ഭഗവാൻ ആരോടും ശത്രുതയില്ല. ഇപ്പൊ കംസന്റെ ഭാര്യമാരായതുകൊണ്ട് ആ രണ്ടുപേര് അസ്ഥി പ്രാപ്തി എന്നുള്ള രണ്ടുപേരുണ്ട്, ജരാസന്ധന്റെ മക്കൾ. അവരോട് ഭഗവാന് ശത്രുതയുണ്ടോ? ഒട്ടുമില്ല. ഈ മറ്റു മരിച്ച മല്ലന്മാരുടെ ഭാര്യമാരോട് ഭഗവാന് വല്ല ശത്രുതയുണ്ടോ? ഈ ചാണൂരന്റെ ഭാര്യയാണ്, മുഷ്ടികന്റെ ഭാര്യയാണ്, മിണ്ടരുത്, അവര് നമ്മുടെ വകുപ്പിൽപ്പെടില്ല, രക്ഷിക്കരുത്. ഭഗവാനെ സംബന്ധിച്ച് ഈ ലോകത്തിലുള്ള സകലരും തന്റെ ആളുകളാണ്, താൻ രക്ഷിക്കേണ്ടവരാണ്. അതാണ് ഭഗവാന്റെ ഭാവം. എല്ലാം വാസുദേവനാണ്. അങ്ങനെ ഭഗവാൻ ഇരുന്നാലേ ഭഗവാനെ ഭജിക്കുന്ന, ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതായിത്തീരാൻ പറ്റുള്ളൂ. ഭഗവാൻ രാഗദ്വേഷമുള്ളവനാണെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരും അപ്രകാരമാവും. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഒട്ടും രാഗദ്വേഷങ്ങളൊന്നുമില്ല, ആരോടും പ്രിയാപ്രിയങ്ങളില്ല, എല്ലാവരും സമരാണ്. പിന്നെന്തുകൊണ്ട് ദുഷ്ടന്മാരെ വധിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്, ഭൂരിപക്ഷത്തിന്റെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നു. അവരെവിടെയും പോകുന്നില്ല എന്ന് ഭഗവാൻ അറിയാം. അവർ വേഷം മാറി വേറെ രൂപത്തിൽ വരും. പക്ഷെ ആ വേഷം മാറി വരുമ്പോഴേക്കും ഒരിക്കൽ ശിക്ഷ കിട്ടിയതുകൊണ്ട് കുറച്ച് മര്യാദക്കാരായിട്ടുണ്ടാവും. ശിക്ഷിക്കണം. രാജാക്കന്മാർ
പ്രജകൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിച്ചാൽ മാത്രമേ അവർ തിരുത്തുകയുള്ളൂ, അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈശ്വരൻ തന്റെ സന്തതികളായിട്ടുള്ള, തന്റെ അംശഭൂതന്മാരായിട്ടുള്ള ഈ ലോകത്തിൽ ആര് തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷ, ദണ്ഡം കൊടുക്കുമ്പോൾ അവര് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് അടുത്തൊരു ജന്മം അവർ വരുമ്പോൾ മര്യാദക്കാരായിട്ട് അവരുടെ ആ പഴയ ശക്തി ഉണ്ടാവില്ല അവരുടെ അധർമ്മങ്ങൾക്ക്. അതാണ് നമ്മൾ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപുക്കൾ, പിന്നെ രാവണ, കുംഭകർണന്മാരായി, ശിശുപാല, ദന്തഭക്തന്മാരായി ഓരോ ഇത് കഴിയുമ്പോഴും അവരുടെ ആ പഴയ ആ ശക്തിക്ക് കുറവ് വരുന്നുണ്ട്, അധർമ്മത്തിന് കുറവ് വരുന്നുണ്ട്. ഹിരണ്യകശിപുവിന്റെ അത്രയും ദുഷ്ടനല്ല രാവണൻ, രാവണന്റെ അത്രയും ദുഷ്ടനല്ല ശിശുപാലൻ. കുറഞ്ഞു വരുന്നുണ്ട്, ഗ്രേഡ് കുറയുന്നുണ്ട് അവരുടെ വിഷം. കാരണം ശിക്ഷിക്കപ്പെട്ടു, ഭഗവാന്റെ കൈകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെട്ടു. അപ്പൊ അതൊരു വ്യവസ്ഥയാണ്. അല്ലാതെ ഭഗവാൻ ആരോടും ഒരു തരത്തിലുള്ള പ്രിയാപ്രിയങ്ങളില്ല, പക്ഷപാതങ്ങളില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോ ആ രാജയോഷിത്തുക്കളെ, രാജസ്ത്രീകളെ എന്നർത്ഥം, രാജാവിന്റെയും അദ്ദേഹത്തിന്റെ അനുജന്മാരുടെയും ഭാര്യമാരെ ലോകപാവനായ ഭഗവാൻ രാജയോഷിത ആശ്വാസ്യ, അവരെ ആശ്വസിപ്പിച്ചു. കാരണം അവരും വിവരമുള്ളവരാണ്. അവസാനം നല്ല കാര്യങ്ങളല്ലേ അവർ പറഞ്ഞത്. കരഞ്ഞാലും ഈ കംസൻ ചെയ്ത തെറ്റുകൊണ്ടാണ് കംസൻ ഈ ഗതി വന്നത്. ഭഗവാനെ അല്ലെങ്കിൽ സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ചു, ഭൂതങ്ങളെയൊക്കെ ഉപദ്രവിച്ചു, അവസാനം ഭഗവാനെയും ശത്രുവായിട്ട് കണ്ടു. അതാണ് കംസന്റെ നാശത്തിന് കാരണമെന്ന് ഭഗവാനെ കുറ്റപ്പെടുത്തിയില്ല, ലോകത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ആര്? ഈ അമ്മമാര്. അപ്പൊ അവര് നല്ലവരല്ലേ? അവർക്കാകെ സങ്കടം അവരുടെ ഭർത്താക്കന്മാർ പോയതിനെ കുറിച്ച് മാത്രമാണ്. അവരുടെ ഭർത്താക്കന്മാർ പോയതിന് കാരണം അവർക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് അവരത് സഹിച്ചു. അപ്പൊ അങ്ങനെയുള്ള നല്ലവരായിട്ടുള്ള ഭാര്യമാരെ, കംസന്റെ ഭാര്യമാരോ മറ്റനുജന്മാരുടെ ഭാര്യമാരെയോ ഭഗവാൻ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഹതാനാം ലൗകികീം യാം സംസ്ഥാമാഹുഹു, ഹതാനാം ഹനിക്കപ്പെട്ടവർക്ക്, കൊല്ലപ്പെട്ടവർക്ക്, ലൗകികീം യാം സംസ്ഥാം, ലൗകികമായിട്ടുള്ള എന്തെല്ലാം വ്യവസ്ഥകളാണ്, സംസ്കാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെ എന്തൊക്കെ ശാസ്ത്രങ്ങളിൽ ആഹു പറയപ്പെട്ടിട്ടുണ്ടോ താം സമകാരയത്, അതിനെ സമ്യക് അകാരയത്, നന്നായി ചെയ്യിപ്പിച്ചു. അപ്പൊ മരിച്ചുപോയവർക്കെല്ലാം കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യിപ്പിച്ചു എന്നർത്ഥം. ഒന്ന് ഭഗവാന്റെ അമ്മാവനും കൂടിയാണ്. അപ്പോൾ അമ്മാവന്മാർക്ക് കർമ്മം ചെയ്യേണ്ടത് മരുമക്കളും കൂടി വേണമെങ്കിൽ ചെയ്യാം. കംസന് മക്കളുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ചെയ്യിക്കുക, നീ അമ്മാവന് വേണ്ടിയിട്ട് മരുമകനും ചെയ്യാം. അപ്പൊ എന്തായാലും ആ മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി, അവരുടെ പരലോകങ്ങൾക്ക് വേണ്ടി എന്നാണ് ലൗകികീം, ലോകങ്ങളെ സംബന്ധിച്ചത്. ഈ ലോകത്തിലുള്ളവർ കാണുകയും വേണം, മറ്റ് ലോകങ്ങളെ പ്രാപിക്കാനും വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ലോകങ്ങളെ പ്രാപിക്കാൻ, ഊർധ്വലോകങ്ങളെ പ്രാപിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ സദ്ഗതിക്കായി കൊണ്ട് എന്തൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ ആ കർമ്മങ്ങളെയൊക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചു, ചെയ്യേണ്ട ബാധ്യസ്ഥരായിട്ടുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചു എന്നർത്ഥം. ഭഗവാൻ ഇവരെ ആശ്വസിപ്പിക്കുമ്പോ തന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അഭിനയിക്കും. എന്നോട് പൊറുക്കണം അമ്മായിമാരെ, ചെറിയമ്മമാരെ, എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു കടും കൈ സംഭവിച്ചു പോയി, എന്താ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോഴാണ്, നിവൃത്തിയില്ലാതെയാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കൃഷ്ണനോടുള്ള അവരുടെ എന്തെങ്കിലും ഉള്ളില് അല്പം എന്നാലും എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അതും കൂടി അലിഞ്ഞു പോകും. എന്നാലും അവൻ ഈ അമ്മാവനെ എന്ന് പറയാൻ ഇടയില്ലാത്ത രീതിയിൽ ഭഗവാൻ ചെയ്തു എന്നർത്ഥം. മാതരം പിതരം ചൈവ മോചയിത്വാധബന്ധനാത് കൃഷ്ണരാമൗ വന്ദാതെ ശിരസാ സ്പൃശ്യ പാദയോഃ. മാതരം പിതരം ചൈവ മോചയിത്വാധബന്ധനാത്,
കൃഷ്ണരാമൗ വന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോ അധ മോചയിത്വ അധ അനന്തരം. അപ്പൊ ഈ കംസാദികൾക്ക് വേണ്ട സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അനന്തരം കൃഷ്ണരാമൗ രാമകൃഷ്ണന്മാർ പിന്നെ അടുത്തത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? വസുദേവരെയും ദേവകിയെയും ബന്ധമോചനം ചെയ്യുക, അവരെ ആശ്വസിപ്പിക്കുക. കാരണം ഇത്രയും കാലം ഒരുപാട് ലേറ്റായി കഴിഞ്ഞു. 12 വർഷത്തോടടുക്കുകയാണ്. 11.5 വർഷം കഴിഞ്ഞു ഗോകുലത്തിലേക്ക് പോയിട്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണരാമവും മാതരം പിതരം ച ബന്ധനാത് മോചയിത്വ, മാതാവിനെയും പിതാവിനെയും ദേവകിയെയും വസുദേവരെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് പാദയോഹോ ശിരസാ ആസ്പൃശ്യ ഭവന്താദേ. പാദയോഹോ രണ്ടുപേരുടെയും 2 പാദങ്ങളിലും ശിരസാ ആസ്പൃശ്യ, ശിരസ്സുകൊണ്ട് നല്ലോണം മുട്ടിച്ചിട്ട് ആസമന്താത് സ്പർശനം കൃത്വ, നല്ലതുപോലെ സ്പർശിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് വവന്താദേ രണ്ടുപേരും കൂടി വന്ദിച്ചു എന്നാണ്. ദ്വിവചന ശബ്ദമാണ് വവന്താദേ. ഏകവചനമായിരുന്നെങ്കിൽ വവന്ത, ഒരാൾ വന്ദിച്ചു. കൃഷ്ണ വവന്ത, രാമ വവന്ത, ഇത് രാമകൃഷ്ണവും വവന്താദേ, രണ്ടുപേരും കൂടി നന്നായി വന്ദിച്ചു. അപ്പോഴോ തിരിച്ച് ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ കൃതസംവന്ദനൗ പുത്രൗ സസ്വജാതേന ശങ്കിതൗ. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ കൃതസംവന്ദനൗ പുത്രൗ സസ്വജാതേന ശങ്കിതൗ. ദേവകീ ച വസുദേവഃ ച, ആ രണ്ടുപേര് അച്ഛനമ്മമാർ രണ്ടുപേരും ദേവകിയും വസുദേവരും ജഗദീശ്വരൗ പുത്രൗ ജഗദീശ്വരൗ വിജ്ഞായ, തങ്ങളുടെ പുത്രന്മാർ സാധാരണക്കാരല്ല, പ്രാകൃതന്മാരല്ല, ജഗദീശ്വരൗ ജഗത്തിന്റെ ഈശ്വരന്മാരാണ് ഈ രണ്ടുപേരും, ഈ ജഗത്തിനെ പരിപാലിക്കാൻ ശക്തിയുള്ളവരാണ് ഈ രണ്ടുപേരും എന്നറിഞ്ഞ് വിജ്ഞായ അറിഞ്ഞിട്ട് കൃതസംബന്ധനൗ ശങ്കിതൗ ന സസ്വജാതേ, ഇവരങ്ങോട്ട് സംബന്ധനം ചെയ്തു. കൃതസംബന്ധനവും രണ്ടുപേരും വസുദേവ ദേവകിമാർ രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് വന്ദിച്ചു. കൃതസംബന്ധനവും ശങ്കിതവും, ശങ്കിതവും എന്ന് പറഞ്ഞാല് ധാരാള് ജഗദീശ്വരന്മാരാണ് എന്നുള്ള ശങ്ക, ഒരു അകൽച്ച, ഒരു ഭയം, ഒരു സങ്കോചം, ഇതൊക്കെ ഉണ്ടായി ആരുടെ ഉള്ളില്? ഈ വസുദേവരുടെയും ദേവകിയുടെയും ഉള്ളില്. കാരണം ഇവരുടെ ഇതുവരെക്കുള്ള ചരിത്രം കേട്ടിട്ടുണ്ട്, ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നേരിലും കണ്ടു. മധുരാപുരിയിൽ വന്നത് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും അവരറിയുന്നുണ്ട്. കംസവധം വരേക്കുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പൊ ഇത് സാധാരണ കുട്ടികളെ അല്ല, അത് നമ്മുടെ കുട്ടികളല്ല. പിന്നെയോ ജഗത്തിന്റെ അച്ഛനമ്മമാരെ പോലെ ജഗദീശ്വരന്മാരാണ് എന്നുള്ള ആ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ എന്താ പറയുക, ന സസ്വജാതേന, ന സസ്വജാതേ എന്ന് പറഞ്ഞാൽ സസ്വജേ ഏകവചനം, സസ്വജേ എന്ന് പറഞ്ഞാല് പരിഷസ്വജേ ആലിംഗനം ചെയ്യുക. ഒരാൾ ആലിംഗനം ചെയ്താൽ സസ്വജേ. ഇവിടെ രണ്ടുപേരും ചെയ്തില്ല, ന സസ്വജാതേ, രണ്ടുപേരും പരിശങ്കനം ചെയ്തില്ല, ആലിംഗനം ചെയ്തില്ല. ആലിംഗനം ചെയ്യാൻ മടിച്ചു നിൽക്കണം. അയ്യോ, ഈശ്വരന്മാരെ എങ്ങനെ ആലിംഗനം ചെയ്യാം എന്നുള്ള ഭാവത്തിൽ അല്ലേ? ആ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തിയും ബഹുമാനവും വന്നു കഴിയുമ്പോൾ ആ ഒരു സങ്കോചം വരും, ഒരു ഭയപ്പെട്ട് നിൽക്കും. ആ രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരവസ്ഥ നിൽക്കട്ടെ. ഭഗവാൻ ഇതിനെ മാറ്റുന്നുണ്ട്. ഇതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളില് അവരുടെ സ്വന്തം മക്കൾ തന്നെ എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടാക്കുകയാണ് മായ കൊണ്ട്, ഭഗവാന്റെ വാക്ചാതുര്യം കൊണ്ട്. ഭഗവാൻ ആരാ? മോൻ അല്ലേ? അപ്പൊ ഇനിയും കുറച്ചു കാലം കൂടി ഇവരെ കൊണ്ടൊക്കെ പല ലീലകളും ചെയ്യിക്കാനുണ്ടേ.
അപ്പോൾ അവരുടെ ഉള്ളില് ഇപ്പോഴുള്ളതൊരു ശങ്കയാണ്. ആ ശങ്ക മാറി അവരുടെ ഉള്ളിൽ ദൃഢബുദ്ധി ഉണ്ടാവണം. ഇത് ഭഗവാൻ തന്നെ എന്ന് ഉറയ്ക്കുന്നത് വരയ്ക്ക് ഭഗവാൻ അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് മമത ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ പലതും പറയുന്നുണ്ട്. അത് അടുത്ത അധ്യായത്തിലാണ്. ഇവരെ ആശ്വസിപ്പിക്കുന്നതും ക്ഷമാപണം ചെയ്യുന്നതും, ഞങ്ങള് കംസനെ പേടിച്ചിട്ടാണ് ഇത്രയും കാലം വരാതിരുന്നത് എന്നൊക്കെ അഭിനയിക്കുന്നതും, വെറും പ്രാകൃത ബാലന്മാരാണെന്നുള്ള രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അത് അടുത്ത അധ്യായത്തിൽ നാളെ കാണാം. നമുക്ക് ഇന്നിവിടെ സമർപ്പിക്കാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കാണാം. നാളെ രാവിലെ. നാളെ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.